ഗോസ്റ്റ് ഹണ്ടിങ് ടീമിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെ ഈ കഥയ്ക്ക് നൽകി വരുന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗോസ്റ്റ് ഹണ്ടിങ് ടീമിൻ്റെ സാഹസികമായ കഥയിലേക്ക് പോയാലോ? സമയം രാത്രി 12:45. വീടിൻ്റെ ഹാളിലെ ലാപ്ടോപ്പിൻ്റെ മുന്നിലിരുന്ന് ഉറക്കം തൂങ്ങുകയാണ് സുപ്രു. അന്ന് ദൃശ്യം 3 സിനിമയുടെ 11:30-ക്കുള്ള ഷോ കാണാൻ പോയിരിക്കുകയാണ് നമ്മുടെ ജോജിയും ദാസപ്പനും. അവർ ചോദിച്ചപ്പോൾ ഞാൻ വരുന്നില്ല, എനിക്ക് പുതിയ വീഡിയോയുടെ എഡിറ്റ് തീർക്കാനുണ്ട് എന്ന് പറഞ്ഞ് സുപ്രു ഒഴിയുകയാണ് ചെയ്തത്. പക്ഷേ ഉറക്കം വന്നിട്ട് അവന് സ്ക്രീനിലേക്ക് നോക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് സുപ്രുവിൻ്റെ ഫോൺ ശബ്ദിച്ചത്. സ്ക്രീനിൽ നോക്കിയപ്പോൾ അപരിചിതമായ ഒരു നമ്പർ. അവൻ കോൾ എടുത്തു. അങ്ങേ തലയ്ക്കിൽ നിന്നും വളരെ വെപ്രാളത്തിലുള്ള ഒരു ശബ്ദമാണ് അവൻ കേട്ടത്. ഹലോ, ഇത് സുപ്രു അല്ലേ? ജോജിയുടെയും ദാസപ്പൻ്റെയും കൂടെ താമസിക്കുന്ന? അതെ, ഞാനാണ്. എന്താ കാര്യം? സുപ്രു ചോദിച്ചു. പെട്ടെന്ന് സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിലേക്ക് വരണം. ജോജിക്കും ദാസപ്പനും വഴിയിൽ വെച്ച് ഒരു ആക്സിഡൻറ്റ് പറ്റി. വണ്ടി ഇടിച്ചു മറിഞ്ഞതാണ്. പെട്ടെന്ന് വാ, 2 പേർക്ക് ബോധമില്ല, എത്രയും പെട്ടെന്ന് എന്നും പറഞ്ഞ് ഫോൺ കട്ടായി. സുപ്രുവിൻ്റെ നെഞ്ചിടിപ്പ് നിലച്ചതുപോലെയായി. അവൻ ലാപ്ടോപ്പ് പോലും ഓഫാക്കാതെ മേശപ്പുറത്തിരുന്ന ബൈക്കിൻ്റെ താക്കോലും എടുത്ത് ഒരൊറ്റ ഓട്ടമായിരുന്നു. വാതിൽ പൂട്ടാനൊന്നും അവൻ മെനക്കിട്ടില്ല. പാതിരാത്രിയിലെ തണുത്ത കാറ്റിനെ വകഞ്ഞു മാറ്റി വിറയ്ക്കുന്ന കൈകളോടെ അവൻ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. അത്യാഹിത വിഭാഗത്തിലേക്ക് ഓടിക്കേറി അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സിൻ്റെ അടുത്തേക്ക് സുപ്രു കിതച്ചുകൊണ്ട് പാഞ്ഞു ചെന്നു. മാഡം, ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് കേസ് വന്നില്ലേ, ഒരു ജോജിയും ദാസപ്പനും? നേഴ്സ് രജിസ്റ്റർ നോക്കിയിട്ട് സംശയത്തോടെ അവനെ നോക്കി. ആക്സിഡൻറ്റോ? ഇല്ലല്ലോ, കഴിഞ്ഞ 2 മണിക്കൂറുകളിലായി ഒരു ആക്സിഡൻറ്റ് കേസ് പോലും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ. സുപ്രു ഞെട്ടിത്തരിച്ചു നിന്നു. താൻ കേട്ടത് തെറ്റിയതാണോ? അതോ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലാണോ? അതോ ആരെങ്കിലും മനഃപൂർവ്വം എന്നെ പറ്റിക്കാൻ വേണ്ടി വിളിച്ചതാണോ? അവൻ വേഗത്തിൽ തന്നെ ഫോൺ എടുത്ത് ആ കോൾ വന്ന നമ്പറിലേക്ക് തന്നെ തിരിച്ചു വിളിച്ചു. നിങ്ങൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ പരിധിക്ക് പുറത്താണ് എന്ന സന്ദേശമാണ് ഫോണിലൂടെ കേട്ടത്. ഭയം അവനെ പൊതിയാൻ തുടങ്ങി. എന്തിനാണ് പാതിരാത്രിയിൽ ഒരാൾ എന്നെ വിളിച്ചിങ്ങനെ പറ്റിക്കുന്നത്? അവൻ ഉടനെ തന്നെ ജോജിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. നേരത്തെ ചെയ്യേണ്ടതാണെന്ന് അവൻ ഓർത്തു. പക്ഷേ അതൊന്നും അവൻ ഓർത്തില്ല. ജോജിക്കും ദാസപ്പനും അപകടം പറ്റിയെന്ന് കേട്ടപ്പോൾ ഒറ്റ ഓട്ടമായിരുന്നു. ജോജിയെ വിളിക്കാനൊന്നും അന്നേരം ഓർത്തില്ല. ഓരോ ബെല്ലടിക്കും തോറും അവൻ്റെ നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. 2 റിങ്ങിനുള്ളിൽ ജോജി ഫോൺ എടുത്തു. പശ്ചാത്തലത്തിൽ ആളുകളുടെ വലിയ ബഹളം കേൾക്കാം. ഹലോ സുപ്രു, പറയടാ, ഞങ്ങളിപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ദൃശ്യം 3 പൊളിപ്പടം. ജോർജ് കുട്ടിയുടെ അവസാനത്തെ ട്വിസ്റ്റ് നീ മിസ് ചെയ്തു. ജോജിയുടെ ആവേശത്തോടെയുള്ള ശബ്ദം കേട്ടപ്പോൾ സുപ്രുവിന് ശരിക്കും ഒരു മരവിപ്പാണ് അനുഭവപ്പെട്ടത്. അവൻ നിൽക്കുന്ന ഹോസ്പിറ്റലിലെ വെളിച്ചം മങ്ങി കെട്ടുപോകുന്നത് പോലെ സുപ്രുവിന് തോന്നി. ജോജിയേട്ടാ, സുപ്രുവിൻ്റെ ശബ്ദം വിറച്ചു. നിങ്ങൾക്കൊന്നും പറ്റിയില്ലേ? എന്ത് പറ്റിയെന്ന്? എടാ, ഞങ്ങളിപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. നീ എന്താ പേടിച്ചിട്ട്? ഞങ്ങൾ ഉടനെ തന്നെ വരിക. സുപ്രു മറ്റൊന്നും പറയാതെ വേഗം കോൾ കട്ട് ചെയ്തു. താനിപ്പോൾ വലിയൊരു കെണിയിലേക്കാണ് വന്ന് പെട്ടിക്കുന്നതെന്ന് സുപ്രുവിന് മനസ്സിലായി. എന്നെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി മനഃപൂർവ്വം ആരെങ്കിലും ചെയ്തതാണെങ്കിലോ എന്ന് അവൻ ആലോചിച്ചു. പക്ഷേ എന്തിന്? ആർക്കാണ് എന്നോട് വൈരാഗ്യം? സുപ്രു ഹോസ്പിറ്റലിലെ വരാന്തയിലും ചുറ്റുപാടുകളും കണ്ണോടിച്ചു. അരമണിക്കൂറിന് ശേഷം ജോജിയും ദാസപ്പനും ബൈക്കിൽ വീടിന് മുന്നിലെത്തി. ഗേറ്റിലേക്ക് കടക്കുമ്പോൾ തന്നെ ജോജിക്ക് എന്തോ പന്തികേട് തോന്നിയിരുന്നു. ദാസപ്പ, മുമ്പത്തെ വാതിൽ തുറന്നു കിടക്കുകയാണല്ലോ, ജോജി പറഞ്ഞു. അവർ വണ്ടി നിർത്തി വേഗത്തിൽ ഉള്ളിലേക്ക് കയറി. ഹാളിൽ മുഴുവൻ വെളിച്ചമുണ്ട്. സുപ്രു ഉപയോഗിച്ചിരുന്ന ലാപ്ടോപ്പ് അപ്പോഴും ഓണായി കിടപ്പുണ്ടായിരുന്നു. പക്ഷേ അവിടെയാകെ വല്ലാതെ അലങ്കോലമായിരിക്കുന്നു. സുപ്രു മേശപ്പുറത്ത് കുടിച്ചിരുന്ന ചായ ഗ്ലാസ് മറിഞ്ഞു കിടപ്പുണ്ട്. കസേരയാണെങ്കിൽ സൈഡിലോട്ട് ചെരിഞ്ഞ് വീട് കിടപ്പുമുണ്ട്. ഡാ സുപ്രു, ദാസപ്പൻ ഉറക്കെ വിളിച്ചു. അവർ വീടിൻ്റെ എല്ലാ മുറികളും തിരഞ്ഞു. ബാത്റൂമിലും അടുക്കളയിലും നോക്കി. സുപ്രു അവിടെയൊന്നുമില്ല. ജോജി പരിഭ്രാന്തിയോടെ സുപ്രുവിൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. തുറന്നു കിടക്കുന്ന ആ വാതിലിലൂടെ വല്ലാത്തൊരു ഭയാനകമായ അന്ധകാരം ആ വീട്ടിലേക്ക് കടന്നു വരുന്നതായി അവർക്ക് തോന്നി. സമയം ഇഴങ്ങി നീങ്ങി. പുലർച്ചെ 1 മണിയായിട്ടും സുപ്രുവിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. പുറത്ത് ഭയങ്കര ഇടിമുഴക്കത്തോടെ മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതിനോടൊപ്പം തണുത്ത കാറ്റും ആ ഹാളിലാകെ വീശിയടിക്കുന്നു.
ജോജിയും ദാസപ്പനും ആകെ അസ്വസ്ഥരായിരുന്നു. സുബ്രുവിൻ്റെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫാണ്. നമ്മളിങ്ങനെ ഇരുന്നിട്ടൊരു കാര്യമില്ല. നമുക്ക് അവനെ പുറത്തുനിന്ന് പോയി അന്വേഷിക്കാം. അവൻ അധികം പോയിട്ടുണ്ടാവില്ല, ജോജിയാണ് പറഞ്ഞത്. അവൻ കാറിൻ്റെ താക്കോലും എടുത്ത് പുറത്തേക്ക് നടന്നു. അപ്പോൾ പുറത്ത് ഭയാനകമായൊരു ശബ്ദത്തോടെ ഇടിവെട്ടി. വലിയൊരു മിന്നൽ പിണർ മുറ്റത്തേക്ക് വെളിച്ചം വിതറി. ആ വെളിച്ചത്തിൽ ഗേറ്റ് കടന്നു വരുന്ന ഒരു രൂപത്തെ അവർ കണ്ടു. മഴയിൽ നനഞ്ഞ മുടിയും നനഞ്ഞ വസ്ത്രങ്ങളുമായി തല താഴ്ത്തി നടന്നു വരുന്നു നമ്മുടെ സുബ്രു. സുബ്രു! ജോജി ആശ്വാസത്തോടെയും അതിലേറെ പരിഭ്രമത്തോടെയും അവനടുത്തേക്ക് ഓടിച്ചെന്നു. ദാസപ്പനും പിന്നാലെ ഓടി. എടാ, നീ എവിടെയായിരുന്നു ഇത്രയും നേരം? നീ എന്താ ഞങ്ങളെ വിളിച്ചിട്ട് ഫോൺ ഓഫാക്കിയത്? ജോജി ചോദ്യങ്ങൾ വർഷിച്ചു. എടാ, നീ എന്തിനാ ഞങ്ങളെ വിളിച്ചത്? ഞങ്ങൾക്ക് എന്ത് പറ്റിയെന്നാണ് നീ പറയുന്നത്? നീ ഇപ്പോൾ എവിടെയായിരുന്നു? നീ എങ്ങോട്ടായി വാതിലൊക്കെ തുറന്നിട്ട് പോയത്? ദാസപ്പൻ വീണ്ടും ചോദിച്ചു. എന്നാൽ സുബ്രുവിൻ്റെ ഭാവം വല്ലാതെ മാറിയിരുന്നു. ജോജിയും ദാസപ്പനും ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും അവൻ മറുപടി പറഞ്ഞില്ല. എന്നു മാത്രമല്ല, അവൻ അവരുടെ മുഖത്തേക്ക് നോക്കിയത് പോലുമില്ല. അവൻ്റെ ആ കണ്ണുകൾക്ക് യാതൊരു ജീവനുമില്ലായിരുന്നു. ആരോ തുറച്ചു നോക്കുന്നത് പോലെയുള്ള ശൂന്യമായ ഒരു നോട്ടം. മഴവെള്ളം അവൻ്റെ വസ്ത്രത്തിലൂടെയും തലമുടിയിലൂടെയും താഴേക്ക് ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. ഒരു യന്ത്ര മനുഷ്യനെ പോലെ യാതൊരു വികാരവുമില്ലാതെ ജോജിയെയും ദാസപ്പനെയും നോക്കാതെ അവൻ വീടിനുള്ളിലേക്ക് നടന്നു. സുബ്രു, നീ ഇതെങ്ങോട്ടാ? ഞങ്ങൾ ചോദിച്ചതൊന്നും നീ കേൾക്കുന്നില്ലേ? ജോജി വീണ്ടും പിന്നാലെ ചെന്നു. പക്ഷേ സുബ്രു തിരിഞ്ഞു നോക്കിയില്ല. അവൻ നേരെ പോയത് അവൻ്റെ കിടപ്പുമുറിയിലേക്കാണ്. മുറിയിലേക്ക് കയറിയ പാടെ അവൻ അവരെ നോക്കുപോലും ചെയ്യാതെ മുറിക്കുള്ളിലേക്ക് കയറി വാതിൽ വലിച്ചടച്ചു. അകത്തുനിന്നും അവൻ വാതിൽ കുറ്റിയിട്ടു. ജോജിയും ദാസപ്പനും അടഞ്ഞുകിടക്കുന്ന വാതിലിന് മുന്നിൽ തറഞ്ഞു നിന്നുപോയി. പുറത്തെ മഴയുടെ ഇരമ്പലും ഇടിമിന്നലുമല്ലാതെ മുറിക്കകം ഇപ്പോൾ ശ്മശാന മുഖമാണ്. തങ്ങളോടെപ്പോഴും വാചാലനായി സംസാരിക്കുന്ന, തമാശകൾ പറയുന്ന സുബ്രുവിന് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ എന്ത് സംഭവിച്ചു? അടഞ്ഞുകിടക്കുന്ന വാതിലിന് മുന്നിൽ നിന്ന് ദാസപ്പൻ സർവ്വശക്തിയും എടുത്ത് മുട്ടി വിളിച്ചു. സുബ്രു, വാതിൽ തുറക്കടാ. നിനക്ക് എന്തു പറ്റിയെന്ന് ഞങ്ങളോട് പറ. നീ എന്തിനാ ഇങ്ങനെ ഞങ്ങളോട് പെരുമാറുന്നത്? ജോജിയും പരിഭ്രമത്തോടെ വാതിൽ തട്ടി. സുബ്രു, ദാസപ്പൻ പറയുന്ന കേൾക്ക്. എന്ത് പ്രശ്നം വന്നാലും നമുക്ക് ഒരുമിച്ച് നേരിടാം. നീ വാതിൽ തുറക്ക്. നീ ഇങ്ങനെ വാതിലടച്ചിരുന്നാൽ എങ്ങനെയാണ് ഞങ്ങൾ കാര്യം അറിയുക? അകത്തുനിന്നും യാതൊരു മറുപടിയുമില്ല. പുറത്തെ മഴയുടെ വലിയ ഇരമ്പൽ മാത്രമാണ് കേൾക്കുന്നത്. ദാസപ്പൻ്റെ ദേഷ്യം കൂടി വന്നു. അവൻ പെട്ടെന്ന് വാതിലിൽ ചവിട്ടാൻ കാലെടുക്കുമ്പോഴാണ് ജോജിയുടെ മൊബൈൽ ശബ്ദിച്ചത്. ജോജി ഫോൺ എടുത്ത് സ്ക്രീനിലേക്ക് നോക്കി. ആ നിമിഷം ജോജിയുടെ ശ്വാസം നിലയ്ക്കുന്നത് പോലെ തോന്നി. ദാസപ്പ, ജോജി വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഇത് സുബ്രുവിൻ്റെ കോളാണ്. ദാസപ്പൻ ഞെട്ടലോടെ വാതിലിൻ്റെ പിന്നിൽ നിന്ന് മാറി. അകത്ത് നിന്നിട്ട് അവൻ ഫോൺ വിളിക്കുന്നത്? ഫോൺ ഓഫാണെന്നല്ലേ നീ കുറച്ചു മുമ്പ് പറഞ്ഞത്? കൂടുതൽ ചിന്തിക്കാൻ നിൽക്കാതെ ജോജി ഫോൺ സ്പീക്കറിലിട്ടു. സുബ്രു, നീ എന്തിനാണ് അകത്തുനിന്ന് വിളിക്കുന്നത്? വാതിൽ തുറക്ക്, ജോജി പറഞ്ഞു. എന്നാൽ മറുതലയ്ക്കിൽ നിന്ന് കേട്ടത് സിഗ്നലുകളിലെ വലിയ ഒരു ഇരമ്പലും അതിനിടയിൽ വിറങ്ങലിച്ച സുബ്രുവിൻ്റെ ശബ്ദവുമായിരുന്നു. അവൻ കരയുകയായിരുന്നു. ജോജിയേട്ടാ, ദാസപ്പ, എന്നെ ഒന്ന് രക്ഷിക്കടാ. സുബ്രുവിൻ്റെ ശബ്ദത്തിൽ വലിയൊരു ഭയം തളം കെട്ടി നിന്നിരുന്നു. ഞാനിപ്പോൾ ഏതോ പഴയൊരു കെട്ടിടത്തിലാണ്. ഇവിടെ ചുറ്റും ഇരുട്ടാണ്. എനിക്കിപ്പോൾ ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ആരോ എന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. എനിക്ക് ഇവിടുന്ന് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല ദാസപ്പ. ജോജിയേട്ടാ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്ക്. സുബ്രു, നീ എവിടാ? ഏതാ കെട്ടിടം? ജോജി ചോദിച്ചു. പക്ഷെ മറുപടി പറയുന്നതിന് മുമ്പ് വലിയൊരു നിശബ്ദതയോടെ ആ ഫോൺ കട്ടായി. ജോജി വീണ്ടും ഫോൺ ഡയൽ ചെയ്തപ്പോൾ വീണ്ടും സ്വിച്ച് ഓഫ് എന്ന സന്ദേശം വന്നു. ജോജിയും ദാസപ്പനും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. രണ്ടുപേരുടെയും മുഖം വെളുത്ത് വിളറിയിരുന്നു. തങ്ങളുടെ ചെവികളെ വിശ്വസിക്കാൻ അവർക്കായില്ല. ജോജി, ദാസപ്പൻ്റെ ശബ്ദം വിറച്ചു. സുബ്രു വിളിച്ചത് ഏതോ ഒരു പഴയ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിൽ കുറച്ചു മുമ്പ് നനഞ്ഞൊട്ടി അകത്ത് കയറി വാതിലടച്ചിരിക്കുന്നത് ആരാ? ആ ചിന്തകൾ രണ്ടുപേരിലും വലിയൊരു മരവിപ്പുണ്ടാക്കി. ഒട്ടും സമയം കളയാതെ ജോജി ദാസപ്പനെ നോക്കി തലയാട്ടി. 1 2 3. രണ്ടുപേരും ചേർന്ന് സർവ്വശക്തിയും എടുത്ത് ആ വാതിൽ ആഞ്ഞു ചവിട്ടി. വലിയൊരു ശബ്ദത്തോടെ വാതിലിൻ്റെ കുറ്റി തെറിച്ചുപോയി. വാതിൽ മലക്കെ തുറക്കപ്പെട്ടു. അവർ അതിവേഗത്തിൽ റൂമിനുള്ളിലേക്ക് ഓടിക്കേറി. ലൈറ്റ് ഇട്ട് നോക്കി. മുറി ശൂന്യമായിരുന്നു. അവർ കട്ടിലിനടിയിലും ബാത്റൂമിലും അലമാരിക്കുള്ളിലും നോക്കി. അവിടെയൊന്നും ആരുമില്ല. മുറിയുടെ ജനലുകളെല്ലാം അകത്തു നിന്നും ഭദ്രമായി പൂട്ടിയ നിലയിലായിരുന്നു. അവിടെ നിന്ന് ആർക്കും പുറത്തേക്ക് പോകാൻ കഴിയില്ല. പക്ഷേ ആ റൂമിൽ കയറി അവൻ എവിടെ പോയി? ജോജിയുടെ കണ്ണുകൾ വളരെ സൂക്ഷ്മതയോടെ ആ മുറിയാകെ പരതി. ഒരു കുറ്റാന്വേഷണകരെ പോലെ ആ മുറിയിലെ തെളിവുകൾ അവൻ അന്വേഷിച്ചു. പെട്ടെന്ന് ആ വലിയ സത്യം അവൻ മനസ്സിലാക്കി. ദാസപ്പ, ഇവിടെ നോക്ക്, ജോജി തറയിലേക്ക് ചൂണ്ടി പറഞ്ഞു. മഴയത്ത് പൂർണ്ണമായും നനഞ്ഞൊട്ടിയല്ലേ ആ രൂപം ഈ മുറിയിലേക്ക് കടന്നു വന്നത്?
എന്നാൽ ഈ തറയിൽ ഒരു വെള്ളത്തുള്ളി പോലും കിടപ്പില്ല. നനഞ്ഞ കാൽപ്പാടുകളില്ല. ഈ കട്ടിലെ വിരിപ്പ് പോലും ആരും തൊടാത്തതുപോലെയല്ലേ കിടക്കുന്നത്? ദാസപ്പൻ ഭയത്തോടെ ചുറ്റും നോക്കി. ജോജി പറഞ്ഞത് സത്യമാണ്. സുപ്രു അവിടെ വന്നതിൻ്റെ യാതൊരുവിധ ലക്ഷണവും അവിടെയൊന്നും കാണുന്നില്ല. അപ്പോൾ ജോജി, ആ മഴയത്ത് ആരാ നടന്നു വന്നത്? ദാസപ്പന് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതേ ദാസപ്പ, ജോജിയുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. നമ്മൾ കണ്ടത് സുപ്രുവിനെ ആയിരിക്കില്ല. നമ്മളെ ഭയപ്പെടുത്താൻ ഏതോ അദൃശക്തി കാണിച്ച മായാവിദ്യയായിരിക്കും അത്. യഥാർത്ഥ സുപ്രു ശരിക്കും ഇപ്പോൾ മരണഭയത്തോടെ ഏതോ കെട്ടിടത്തിനുള്ളിലാണ്. അതെവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിച്ചേ തീരൂ. പുറത്ത് വീണ്ടും ഉഗ്രമായൊരു ഇടിമുഴങ്ങി. ഇരുട്ട് നിറഞ്ഞ ആ വലിയ മുറിയിൽ പേടിച്ചു വിറച്ചിരിക്കുകയായിരുന്നു സുപ്രു. എങ്ങും പൊടിയുടെയും പഴക്കത്തിൻ്റെയും രൂക്ഷഗന്ധം പടർന്നിരുന്നു. അവൻ്റെ വിറയ്ക്കുന്ന കൈകൾ മൊബൈലിൻ്റെ സ്ക്രീനിൽ അമർന്നുകൊണ്ടേയിരുന്നു. സിഗ്നൽ ബാറുകൾ കാണിക്കുന്ന ഭാഗത്ത് വെറുമൊരു ഇൻഡു മാർക്ക് മാത്രമാണുള്ളത്. റേഞ്ച് തീരെയില്ല. ദൈവമേ, ഒരു ഇത്തിരി റേഞ്ച് ഒരു അല്പമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. സുപ്രു കരച്ചിൻ്റെ വക്കിലെത്തിയിരുന്നു. അവൻ ഫോൺ മുകളിലേക്കും താഴേക്കും പിടിച്ച് സിഗ്നൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വൃഥ ശ്രമം നടത്തി. താൻ എവിടെയാണെന്ന് ജോജിയേട്ടനോട് ഒരു വരി മെസ്സേജെങ്കിലും അയക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പെട്ടെന്ന് പുറത്തൊരു കാലച്ച കേട്ടു. തുരുമ്പെടുത്ത ആ പഴയ വാതിൽ ഭയാനകമായ ശബ്ദത്തോടെ തുറക്കപ്പെട്ടു. സുപ്രു തലയുയർത്തി നോക്കി. വാതുക്കൽ വലിയൊരു രൂപം നിൽക്കുന്നു. 6 അടിയിലധികം ഉയരമുള്ള അതികായകനായ ഒരു രൂപം. പുറത്തെ നേരിയ വെളിച്ചത്തിൽ അയാളുടെ നിഴൽ സുപ്രുവിൻ്റെ മേൽ പതിച്ചു. മുഖം വ്യക്തമല്ലെങ്കിലും അയാളുടെ ഭാവം ക്രൂരമാണെന്ന് ആ നിൽപ്പ് കണ്ടാൽ അറിയാമായിരുന്നു. അയാൾ പതുക്കെ പതുക്കെ സുപ്രുവിൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. ആരാ നിങ്ങൾ? എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? എന്നെ വിട്ടേക്ക്, സുപ്രു പുറകോട്ട് നിരങ്ങിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ ആ വലിയ രൂപം ഒന്നും മിണ്ടിയില്ല. അയാൾ പ്രതിമ കണക്കെ സുപ്രുവിൻ്റെ മുന്നിൽ വന്ന് നിന്നു. എന്നിട്ട് തൻ്റെ വലിയ പോക്കറ്റിൽ നിന്നും എന്തോ ഒന്ന് കൈവെള്ളയിലെടുത്തു. സുപ്രുവിന് പ്രതികരിക്കാൻ കഴിയുന്നതിന് മുമ്പേ അയാൾ കുനിഞ്ഞ് കൈവെള്ള സുപ്രുവിന് നേരെ നീട്ടി. അതിശക്തമായി ഒന്ന് ഊതി. ഒരു വെളുത്ത പൊടി സുപ്രുവിൻ്റെ മുഖത്തേക്കും ശ്വാസകോശത്തിലേക്കും പാറിപ്പറന്നു. സുപ്രു ശ്വാസം കിട്ടാതെ ചുമച്ചുപോയി. അവൻ്റെ കണ്ണുകൾ അതികഠിനമായി നീറാൻ തുടങ്ങി. തൊണ്ടയിൽ തീ കോരിയിട്ടതുപോലുള്ളൊരു നീറ്റൽ. നിമിഷങ്ങൾക്കുള്ളിൽ അവൻ്റെ ചുറ്റുമുള്ള കാഴ്ചകൾ അവന് മുന്നിൽ കറങ്ങുന്നതായി അവന് തോന്നി. തലച്ചോറിലേക്ക് വലിയൊരു ഭാരം ഇറങ്ങി വരുന്നത് പോലെ. അവൻ്റെ വിറയ്ക്കുന്ന കൈകളിൽ നിന്നും മൊബൈൽ ഫോൺ താഴേക്ക് വീണു. ജോജി എന്ന് മന്ത്രിച്ചുകൊണ്ട് സുപ്രു അടുത്ത നിമിഷം പൂർണ്ണമായും ബോധരഹിതനായി തറയിലേക്ക് വീണു. നേരം പുലർന്നു തുടങ്ങിയിരുന്നു. മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും ചാറ്റൽ മഴ ബാക്കിയുണ്ട്. ജോജിയും ദാസപ്പനും തങ്ങളുടെ കാറിൽ സുപ്രുവിനെ അന്വേഷിച്ച് നഗരത്തിലേക്ക് ഇറങ്ങി. അവരുടെ കണ്ണുകളിൽ ഉറക്കക്ഷീണത്തെക്കാൾ ഉപരി തങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്ത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമായിരുന്നു. ജോജി, അവൻ അവസാനമായി വിളിച്ചപ്പോൾ അവൻ ഏതോ പഴയ കെട്ടിടത്തിലാണെന്നല്ലേ പറഞ്ഞത്? ഈ നഗരത്തിൻ്റെ പരിസരത്തിലാകെ അങ്ങനെ എത്രയോ കെട്ടിടങ്ങൾ കാണും. പാസഞ്ചർ സീറ്റിലിരുന്ന് പുറത്തേക്ക് നോക്കി ദാസപ്പൻ ചോദിച്ചു. സ്റ്റിയറിങ്ങിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് ജോജി പറഞ്ഞു. ഒരുപാടുണ്ട് ദാസപ്പ. പക്ഷെ പാതിരാത്രി ഒരാളെ തട്ടിക്കൊണ്ടുപോയി ഒളിപ്പിക്കണമെങ്കിൽ ഈ നഗരത്തിൽ നിന്ന് പുറത്ത് ആളൊഴിഞ്ഞ ഏതെങ്കിലും കെട്ടിടത്തിലാവാനാണ് വഴി. ഒരുപാടുണ്ട് ദാസപ്പ. പക്ഷേ ഈ പാതിരാത്രി ഒരാളെ തട്ടിക്കൊണ്ടുപോയി ഒളിപ്പിക്കണമെങ്കിൽ അത് തീർച്ചയായും ജനവാസമുള്ള ഒരു കെട്ടിടമായിരിക്കില്ല. ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലെ ഏതെങ്കിലും ഒരു ഗോഡൗണോ വർഷങ്ങളായി പൂട്ടിപ്പോയ ഫാക്ടറികളോ ആയിരിക്കണം നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത്. എങ്കിൽ നമ്മൾ നഗരത്തിന് പുറത്തുള്ള ആ ഇൻഡസ്ട്രിയൽ ഏരിയ ഭാഗത്തേക്ക് വിട്ടു. അവിടെ കുറേ നാളായി അടഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങളുണ്ട്, ദാസപ്പൻ നിർദ്ദേശിച്ചു. അതെ, അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ജോജി വണ്ടിയുടെ വേഗത കൂട്ടി. അവർ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലെ ഇരുണ്ടതും പൊളിഞ്ഞു വീഴാറായതുമായ ഓരോ കെട്ടിടങ്ങളും കേന്ദ്രീകരിച്ച് തങ്ങളുടെ അന്വേഷണം ആരംഭിച്ചു. കാട് പിടിച്ച് ഇരുമ്പ് ഗേറ്റുകൾ തള്ളിത്തുറന്നും ഇടിഞ്ഞു പൊളിഞ്ഞ വരാന്തകളിലൂടെയും അവർ സുപ്രുവിനെ അന്വേഷിച്ചു. ഓരോ കെട്ടിടത്തിന് മുന്നിൽ ചെല്ലുമ്പോഴും സുപ്രു ഈ കെട്ടിടത്തിൽ ഉണ്ടാകണമേ എന്ന് അവർ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. സുപ്രു, എടാ സുപ്രു എന്ന് വിളിച്ചുകൊണ്ട് ദാസപ്പൻ ഓരോ മുറികളും തുറന്നു നോക്കി. പക്ഷേ എങ്ങും പൊടിയും ചിലന്തി വലകളും മാത്രം. സമയം അതിവേഗം കടന്നു പോയിക്കൊണ്ടിരുന്നു. സുപ്രുവിൻ്റെ ജീവൻ വലിയൊരു അപകടത്തിൻ്റെ നിഴലിലാണെന്ന് അവർക്കറിയാമായിരുന്നു. വല്ലാത്തൊരു വേദനയോടെയാണ് സുപ്രു കണ്ണു തുറന്നത്. ബോധം പൂർണ്ണമായും വീണ്ടുകിട്ടാൻ അവന് കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. തൻ്റെ കൈകളും കാലുകളും ഒരു ശക്തമായ കയറാൽ ഒരു കസേരയിൽ ബന്ധിച്ചിരിക്കുന്നു. ചുറ്റും കരിങ്കല്ല് പാകിയ ചുവരുകൾ. മുകളിൽ നിന്നും വായുസഞ്ചാരത്തിനായി വെച്ചിരിക്കുന്ന ചെറിയൊരു വിടവിലൂടെ ചെറിയൊരു വെളിച്ചം മുറിക്കുള്ളിലേക്ക് വരുന്നുണ്ട്. എങ്ങും ഈർപ്പത്തിൻ്റെയും പഴക്കത്തിൻ്റെയും മണം. ഇതൊരു വീടിൻ്റെ നിലവറയാണല്ലോ, സുപ്രു മനസ്സിലോർത്തു. അവൻ ചുറ്റും നോക്കി. പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് വല്ലാത്തൊരു ചിന്ത കടന്നു വന്നു. താനിരിക്കുന്ന ഈ നിലവറ
ഈ ചുവരുകൾ, ഈ അന്തരീക്ഷം, ഇതെല്ലാം മുമ്പെങ്ങോ കണ്ടു പരിചയമുള്ളതുപോലെ തോന്നി. താൻ മുമ്പെപ്പോഴോ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ദൈവമേ, ഇതെവിടെയാണ്? അവൻ ഓർത്തെടുക്കാൻ കഠിനമായി പരിശ്രമിച്ചു. ഏതെങ്കിലും ഗോസ്റ്റ് ഹണ്ടിങ്ങിൻ്റെ ഭാഗമായി വന്നതാണോ? അതോ തൻ്റെ ഭൂതകാലവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥലമാണോ ഇത്? തലച്ചോറിനെ എത്ര നിർബന്ധിച്ചിട്ടും ഓർമ്മയുടെ കണ്ണി അവന് കൃത്യമായി കിട്ടിയില്ല. പെട്ടെന്ന് ആ മുറിയുടെ ഇരുണ്ട കോണിൽ നിന്നും വന്യവും ഭയാനകവുമായ ഒരു സ്വരം പുറത്തേക്ക് വന്നു. ആ ശബ്ദം കേട്ട് സുപ്രുവിൻ്റെ ശരീരത്തിലൂടെ ഒരു മിന്നൽപ്പിണർ പാഞ്ഞുപോയി. സുപ്രു, നീ ഇപ്പോൾ എൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ആരാ അത്? മുന്നോട്ട് വാ, സുപ്രു പറഞ്ഞു. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന ആ രൂപം മെല്ലെ സംസാരിച്ചു. ഈ തറവാട്ടിൽ നിന്നും നിങ്ങൾ മോഷ്ടിച്ച ആ പച്ചക്കല്ല് എനിക്ക് വേണം. എനിക്കറിയാം അത് നിങ്ങളുടെ കൈവശം തന്നെയാണെന്ന്. അത് എനിക്ക് തിരിച്ചു വേണം, ഇപ്പോൾ തന്നെ. പച്ചക്കല്ലോ? ഏത് പച്ചക്കല്ല്? ഞങ്ങൾ ആരുടേതൊന്നും മോഷ്ടിച്ചിട്ടില്ല. നിങ്ങൾക്ക് ആള് മാറിപ്പോയതാണ്, സുപ്രു നിലവിളിച്ചു. കൂടുതൽ സംസാരിച്ച് സമയം കളയണ്ട. ആ ശബ്ദത്തിൽ കടുത്ത ക്രോധം നിറഞ്ഞിരുന്നു. നീ ഇപ്പോൾ നിന്റെ കൂട്ടുകാരനെ വിളിക്കേ. നീ ബ്രഹ്മരസ് വാഴുന്ന തറവാട്ടിലെ നിലവറയിലുണ്ടെന്ന് അവനോട് പറ, ഇപ്പോൾ തന്നെ. അയാൾ പറഞ്ഞു നിർത്തിയ അതേ നിമിഷം സുപ്രുവിൻ്റെ കസാരയുമായി ബന്ധിച്ചിരിക്കുന്ന കയർ നിമിഷ നേരം കൊണ്ട് അഴിഞ്ഞ് താഴേക്ക് വീണു. മന്ത്രവിദ്യാലെന്ന പോലെ കയറുകൾ തനിയെ അഴിഞ്ഞ് താഴെ വീഴുന്നത് കണ്ട് സുപ്രുവിൻ്റെ ഉള്ളു വിറച്ചു. അവൻ്റെ കൺമുന്നിലെ വേഷപ്പുറത്ത് അവൻ്റെ മൊബൈൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പൂർണ്ണമായും സിഗ്നൽ തെളിഞ്ഞു നിൽക്കുന്നു. അവന് മറ്റൊന്നും ചിന്തിക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. വിറയ്ക്കുന്ന കൈകളോടെ അവൻ ജോജിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ഈ സമയം നഗരത്തിലെ ഒരു പഴയ ഫാക്ടറിയുടെ മുന്നിൽ കാർ നിർത്തി സുപ്രുവിനെ തിരയുകയായിരുന്നു ജോജിയും ദാസപ്പനും. അപ്പോഴാണ് ജോജിയുടെ ഫോൺ അലറിക്കൊണ്ട് ശബ്ദിച്ചത്. സുപ്രുവിൻ്റെ പേര് കണ്ടതും ജോജി ഫോൺ സ്പീക്കറിലിട്ടു. ഹലോ സുപ്രു, നീ ഇപ്പോൾ എവിടെയാ? ജോജി വെപ്രാളത്തോടെ ചോദിച്ചു. ജോജി ഏട്ടാ, ഞാനിവിടെയുണ്ട്. സുപ്രുവിൻ്റെ വിറയ്ക്കുന്ന ശബ്ദം ഫോണിലൂടെ കേട്ടു. ആ ബ്രഹ്മരക്ഷസ് വാഴുന്ന തറവാടില്ലേ നമ്മൾ മുമ്പ് ഗോസ്റ്റ് കട്ടിങ്ങിന് വന്ന, അതിൻ്റെ നിലവറയിൽ ഞാനുണ്ട്. വേഗം വാ ജോജി ഏട്ടാ, എന്നെ രക്ഷിക്കൂ ഇവിടുന്ന്. ഫോൺ പെട്ടെന്ന് കട്ടായി. ബ്രഹ്മരക്ഷസ് വാഴുന്ന തറവാടോ? ദാസപ്പൻ്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ടും ഭയം കൊണ്ടും വിടർന്നു. ജോജി, നമ്മുടെ നാട്ടിലെ ആ പഴയ ഉപേക്ഷിക്കപ്പെട്ട തറവാടല്ലേ അവൻ പറഞ്ഞത്? നമ്മൾ ഗോസ്റ്റ് കണ്ടിങ്ങിന് പോയാൽ അവൻ അവിടെ എങ്ങനെ എത്തി? അവൻ അവിടെയാണുള്ളതെങ്കിൽ അവൻ വലിയ അപകടത്തിലാണ് ദാസപ്പ. ആ പച്ചക്കല്ല് തേടിയുള്ള ദുഷ്ടന്മാരാണ് അവനെ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ജോജിയുടെ മുഖത്ത് കടുത്ത ഗൗരവം നിറഞ്ഞു. ഒട്ടും സമയം കളയാതെ ജോജി കാറിൽ കയറി ആക്സിലേറ്റർ അമർത്തി ചവിട്ടി. ടയറുകൾ റോഡിലുറഞ്ഞ് വലിയ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ആ കറുത്ത വണ്ടി ബ്രഹ്മരക്ഷസ് വാഴുന്ന നിഗൂഢമായ തറവാട് ലക്ഷ്യമാക്കി പാഞ്ഞു. ബ്രഹ്മരക്ഷസ് വാഴുന്ന ആ പഴയ തറവാട്ടിലെ ഗേറ്റ് തുറന്ന് ജോജിയും ദാസപ്പനും ഉള്ളിലേക്ക് കടന്നു. വർഷങ്ങളായി ആരും തിരിഞ്ഞു നോക്കാത്ത ആ പറമ്പ് കാട് പിടിച്ച് കിടക്കുകയാണ്. തറവാടിൻ്റെ മുൻവാതിൽ പാല് തുറന്ന് കിടപ്പുണ്ടായിരുന്നു. അവർ വളരെ കരുതലോടെ വീടിനുള്ളിലേക്ക് കാലെടുത്ത് വെച്ചു. പെട്ടെന്ന് നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് സുപ്രുവിൻ്റെ കരച്ചിൽ ശബ്ദം അവർ കേട്ടു. ജോജിയേട്ടാ, ദാസപ്പേട്ടാ, എന്നെ രക്ഷിക്കണേ. അവർ രണ്ടുപേരും ഞെട്ടിത്തെറിച്ച് നിന്നുപോയി. കാരണം ആ കരച്ചിൽ ഒരു ഭാഗത്തു നിന്നല്ല കേൾക്കുന്നത്. മുകളിലത്തെ നിലയിൽ നിന്നും താഴത്തെ ഇടനാഴിയിൽ നിന്നും വശങ്ങളിലെ അടഞ്ഞു കിടക്കുന്ന മുറികളിൽ നിന്നും, എന്തിന് നിലവറയിൽ നിന്ന് പോലും ഒരേ സമയം സുപ്രുവിൻ്റെ ശബ്ദം മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു. ആ വീടാകെ ആ ശബ്ദം പ്രതിധ്വനിക്കുകയാണ്. ഇതെന്താ ജോജി ഇങ്ങനെ? അവൻ എവിടെയുള്ളത്? ദാസപ്പൻ പരിഭ്രമത്തോടെ ചുറ്റും നോക്കി. നമ്മളെ വഴിതെറ്റിക്കാനുള്ള പിശാചിൻ്റെ തന്ത്രമാണ് ദാസപ്പ, ജോജി ഗൗരവത്തിൽ പറഞ്ഞു. നമുക്ക് രണ്ടായി പിരിയാം. സുപ്രു വിളിച്ചപ്പോൾ പറഞ്ഞത് അവൻ നിലവറയിലാണെന്നാണ്. നീ ആ നിലവറയിലേക്ക് പോകോ. ഞാൻ മുകളിലത്തെ മുറിയൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ. എന്ത് ശബ്ദം കേട്ടാലും നീ ശ്രദ്ധിക്കണം. ദാസപ്പൻ തലയാട്ടി സമ്മതിച്ച് ടോർച്ച് തെളിച്ച് നിലവറയിലേക്കുള്ള പടികൾ ഇറങ്ങാൻ തുടങ്ങി. ജോജി വേഗത്തിൽ മരഗോവണികൾ കയറി മുകളിലത്തെ നിലയിലേക്കും പോയി. മുകളിലെ വിശാലമായ പഴയ ഹാളും മുറികളും ജോജി പരിശോധിച്ചു. എങ്ങും പൊടിയും മാറാലയും മാത്രം. സുപ്രുവിൻ്റെ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നില്ല. ജോജി അടുത്ത മുറിയുടെ വാതിൽ തുറക്കാൻ തുടങ്ങിയ നിമിഷം, ജോജി! നിലവറയിൽ നിന്നും നെഞ്ചുപൊട്ടുന്ന ദാസപ്പൻ്റെ നിലവിളി. ജോജിയുടെ ഹൃദയമിടിപ്പ് നിലച്ചുപോയി. അവൻ ഗോണിപ്പടികൾ 2-3 ഒന്നിച്ചു ചാടി താഴേക്ക് പാഞ്ഞു. നിലവറയിലെ ഇരുണ്ട ഗോവണികൾ ചവിട്ടിയിറങ്ങി അവൻ നിലവറയിലെത്തിയപ്പോൾ അവിടെ കണ്ട കാഴ്ച ജോജിയെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. നിലവറയുടെ തറയിൽ ദാസപ്പൻ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. അവൻ്റെ നെഞ്ചിൽ വലിയൊരു കത്തി കുത്തി ഇറക്കിയിട്ടുണ്ട്. അതിലും ഭയാനകമായ കാഴ്ച അതല്ലായിരുന്നു. ദാസപ്പൻ്റെ ജീവനില്ലാത്ത ശരീരത്തിന് മുകളിലായി ദേഹം മുഴുവൻ കട്ടച്ചോരയുമായി സുപ്രു നിൽക്കുന്നു. നിലവറയുടെ തറയിൽ ദാസപ്പൻ ചോരയിൽ കുളിച്ച് കിടക്കുന്നു. അവൻ്റെ നെഞ്ചിൽ വലിയൊരു കത്തി കുത്തി ഇറക്കിയിട്ടുണ്ട്. അതിലും ഭയാനകമായ കാഴ്ച അതല്ലായിരുന്നു. ദാസപ്പൻ്റെ ജീവനില്ലാത്ത ശരീരത്തിന് മുകളിലായി
ദേഹം മുഴുവൻ കട്ടച്ചോരയുമായി സുപ്രു നിൽക്കുന്നു. അവൻ്റെ മുഖത്ത് ഒരു പൈശാചിക ഭാവമായിരുന്നു. ജോജിയെ കണ്ടതും സുപ്രു പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഒരു ഭ്രാന്തനെ പോലെയുള്ള അട്ടഹാസം. സുപ്രു, നീ എന്താടാ ഈ ചെയ്തത്? ജോജിക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചിരി നിർത്തി സുപ്രു ദാസപ്പൻ്റെ നെഞ്ചിൽ നിന്നും ആ കത്തി ഊരിയെടുത്തു. കട്ട പിടിച്ച ചോര ഇറ്റിട്ട് വീഴുന്ന ആ കത്തിയുമായി ചുവന്ന കണ്ണുകളോടെ സുപ്രു ജോജിക്ക് നേരെ പാഞ്ഞെടുത്തു. നിന്നെ ഞാൻ കൊല്ലുവടാ എന്ന് അലറിക്കൊണ്ട് സുപ്രു ആ കത്തി ജോജിയുടെ നെഞ്ചിലേക്ക് ആഴ്ന്നിറക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് സമനില വീണ്ടെടുത്ത ജോജി സുപ്രുവിൻ്റെ കുത്തിൽ നിന്നും വെട്ടിത്തിരിഞ്ഞ് ഒഴിഞ്ഞുമാറി. അവൻ്റെ കയ്യിൽ കടന്നു പിടിച്ച് കത്തിക്കുത്തിൽ നിന്ന് രക്ഷപ്പെടാനായി അവനെ ലോക്കിട്ട് നിർത്തി. സുപ്രു വല്ലാത്തൊരു കരുത്തോടെ കുതറാൻ ശ്രമിച്ചു. അപ്പോഴാണ് ഇരുണ്ട കോടിൽ നിന്നും മറ്റൊരു ശബ്ദം മുഴങ്ങിയത്. ജോജി, നീ എന്താടാ കാണിക്കുന്നത്? അവനെ വിടറാ. ജോജി ഞെട്ടിത്തിരിച്ചു നോക്കി. ദാസപ്പൻ. യാതൊരു പരിക്കുമില്ലാതെ ദാസപ്പൻ നിലവറയുടെ പടികളിറങ്ങി ഓടി വരുന്നു. ദാസപ്പൻ വേഗത്തിൽ വന്ന് ജോജിയെയും സുപ്രുവിനെയും ബലമായി പിടിച്ചു മാറ്റി. ജോജി അമ്പരപ്പോടെ ദാസപ്പനെയും പിന്നെ തറയിലേക്കും മാറി മാറി നോക്കി. അവിടെ കുത്തേറ്റ് കിടന്ന ദാസപ്പൻ്റെ ബോഡി അപ്രത്യക്ഷമായിരിക്കുന്നു. തറയിൽ ഒരു തുള്ളി ചോര പോലുമില്ല. സുപ്രുവിൻ്റെ ദേഹത്തുണ്ടായിരുന്ന രക്തവും മാഞ്ഞിരിക്കുന്നു. കത്തിയും അവിടെ എങ്ങുമില്ല. ജോജിയുടെ പിടിയിൽ നിന്ന് മാറിയ സുപ്രു ദാസപ്പനെ കെട്ടിപ്പിടിച്ച് വാവിട്ട് കരയുകയായിരുന്നു. എന്നെ രക്ഷിക്കടാ, ഞാൻ പേടിച്ച് മരിച്ചു പോകുമെന്ന് വിചാരിച്ചു. ജോജി തലയ്ക്ക് കൈവച്ച് അവിടെ ഉണ്ടായിരുന്നൊരു കസേരയിൽ ഇരുന്നു പോയി. എന്താണ് സംഭവിച്ചതെന്ന് ആ ഒരൊറ്റ നിമിഷം കൊണ്ട് അവന് മനസ്സിലായി. യഥാർത്ഥത്തിൽ ജോജിയെ കണ്ട ആശ്വാസത്തിൽ കരഞ്ഞുകൊണ്ട് ഓടി വരികയായിരുന്നു സുപ്രു. എന്നാൽ ആ മനയിലെ ഇരുണ്ട ശക്തി ജോജിയുടെ കണ്ണുകളെ മൂടിക്കെട്ടിയിരുന്നു. അവൻ്റെ മുന്നിൽ ഒരു മായക്കാഴ്ച തീർക്കുകയായിരുന്നു. സുപ്രു കൊലയാളിയാണെന്നും ദാസപ്പൻ മരിച്ചു കിടക്കുകയാണെന്നും കാണിച്ച് ജോജിയെ കൊണ്ട് സുപ്രുവിനെ കൊല്ലിക്കാനുള്ള പിശാചിൻ്റെ ഭയാനകമായ തന്ത്രം. ദാസപ്പൻ കൃത്യസമയത്ത് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ സ്വയം രക്ഷപ്പെടാൻ വേണ്ടി ജോജി സുപ്രുവിനെ ആക്രമിച്ചേനെ. ജോജി നിനക്ക് എന്താടാ പറ്റിയത്? നീ എന്തിനാണ് ഈ പാവത്തിനെ ആക്രമിക്കാൻ പോയത്? ദാസപ്പൻ ചോദിച്ചു. ജോജി വിയർപ്പ് തുടച്ചുകൊണ്ട് എഴുന്നേറ്റു. ദാസപ്പ, ഈ വീടിൻ്റെ ഓരോ അണുവിലും ആ ദുഷ്ടശക്തിയുടെ സാന്നിധ്യമുണ്ട്. അത് നമ്മുടെ ബുദ്ധിയെയും കാഴ്ചയും വരെ നിയന്ത്രിക്കാൻ തുടങ്ങി. ഇനിയും നമ്മൾ ഇവിടെ നിന്നാൽ നമ്മൾ പരസ്പരം തല്ലിച്ചാകും. അപ്പോഴാണ് നിലവറയുടെ വാതിൽ വലിയൊരു ശബ്ദത്തോടെ തനിയെ അടഞ്ഞത്. ചുറ്റും ഇരുട്ട് പരന്നു. അതേ നിശബ്ദതയിൽ സുപ്രു കേട്ട അതേ അശരീരി വീണ്ടും നിലവറയിൽ മുഴങ്ങിക്കേട്ടു. ആ പച്ചക്കല്ല് ഇവിടെ വെക്കാതെ നിങ്ങൾ 3 പേർക്കും ഈ തറവാടിൻ്റെ പടി കടക്കാൻ സാധിക്കില്ല. കുരുക്ക് പൂർണ്ണമായി മുറുകിയിരിക്കുന്നുവെന്ന് ഗോസ്റ്റ് കണ്ടേഴ്സിന് മനസ്സിലായി. അടഞ്ഞു കിടക്കുന്ന ആ നിലവറയുടെ ചുവരുകളിൽ തട്ടി ആ ശരീരി ശബ്ദം പ്രതിധ്വനിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ദാസപ്പനും ജോജിയും സുപ്രുവും പരസ്പരം ചേർന്ന് നിന്നു. അവരുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ശബ്ദം ആ നിശബ്ദതയിൽ അവർക്ക് കേൾക്കാമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് കുറച്ച് നിമിഷങ്ങൾ മാത്രം തരുന്നു. ആ വന്യമായ ശബ്ദം വീണ്ടും ഇരുട്ടിൽ നിന്നും മുഴങ്ങി. ഇതിനകം ആ പച്ചക്കല്ല് നിങ്ങൾ തിരികെ തന്നില്ലെങ്കിൽ ഈ തറവാട്ടുകുളത്തിലെ രക്തദാഹികളായ യക്ഷികൾ ചുടുചോരയ്ക്ക് വേണ്ടി വെളിയിൽ കാത്തിരിപ്പുണ്ട്. അവരെ ഈ നിലവറയിലേക്ക് തുറന്നുവിടും. നിങ്ങളുടെ മാംസം കടിച്ചു കീറി എല്ലുമുട്ടി പോലും ബാക്കി വയ്ക്കില്ല അവർ. ആ ഭീഷണി കേട്ടതും ദാസപ്പൻ്റെ സമനില തെറ്റി. അവൻ ഇരുട്ടിലേക്ക് നോക്കി സർവ്വശക്തിയും എടുത്ത് അലറി. ഞങ്ങളെ വിട്ടേക്ക്. എൻ്റെ ജീവൻ ആണയിട്ട് ഞാൻ പറയുകയാണ്. എൻ്റെ കയ്യിലോ ഈ ജോജിയുടെ കയ്യിലോ നിങ്ങൾ പറയുന്ന ഈ പച്ചക്കല്ലില്ല. അത് ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല. പിന്നെ എങ്ങനെ അത് ഞങ്ങൾ തിരിച്ചു തരുന്നത്? അപ്പോഴാണ് പേടിച്ച് വിറച്ചിരുന്ന സുപ്രു ആ രഹസ്യം വെളിപ്പെടുത്തിയത്. ഞാനാ അത് തറവാട്ടുകുളത്തിലേക്ക് എറിഞ്ഞത്. അത് കേട്ട് ജോജിയും ദാസപ്പനും ഞെട്ടിത്തരിച്ച് സുപ്രുവിനെ നോക്കി. സുപ്രു, നീ എന്താണ് ഈ പറയുന്നത്? ഏത് കല്ല്, ഏത് പച്ചക്കല്ലിൻ്റെ കാര്യമാണ് നീ പറയുന്നത്? ഏത് കുളം? ദാസപ്പൻ ഉരുണ്ട് കളിച്ചു. എന്നാൽ സുപ്രുവിൻ്റെ വാക്കുകൾ ആ ദുരാത്മാവിനെ കൂടുതൽ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത്. ആ ശബ്ദം കാട്ടുതീ പോലെ നിലവറയാകെ ആഞ്ഞടിച്ചു. കള്ളം പറഞ്ഞ് നീയൊക്കെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട, ആ പിശാച് അട്ടഹസിച്ചു. ആ കല്ല് നിങ്ങളുടെ പക്കലുണ്ടെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. അത് തറവാട്ട് കുളത്തിലേക്ക് എറിഞ്ഞു എന്നുള്ള കള്ളം ഞാൻ വിശ്വസിക്കില്ല. നിങ്ങളുടെ സമയം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ മരിക്കാൻ ഒരുങ്ങിക്കോളൂ. അത് പറഞ്ഞ നിമിഷം നിലവറയുടെ അന്തരീക്ഷം ആകപ്പാടെ മാറി മറഞ്ഞു. കടുത്ത തണുപ്പുള്ള കാറ്റ് എവിടെ നിന്നോ വീശിയടിച്ചു. വെന്റിലേറ്ററിലൂടെ വന്നിരുന്ന നേരിയ വെളിച്ചം പോലും പൂർണ്ണമായും അടഞ്ഞുപോയി. കോരിത്തരിപ്പിക്കുന്ന വലിയൊരു ഇരുട്ട് അവരെ പൊതിഞ്ഞു. പെട്ടെന്ന് പുറത്തുനിന്ന് ഭയാനകമായ ശബ്ദങ്ങൾ അവർ കേട്ടു തുടങ്ങി. ഒരു ചെണ്ടയുടെയോ ഇടയ്ക്കയുടേതുപോലുള്ള ഭയപ്പെടുത്തുന്ന ചില നാദങ്ങൾ കാറ്റിലൂടെ ഒഴുകി വന്നു.
അതോടൊപ്പം കൂട്ടത്തോടെ എന്തോ നടന്നു വരുന്ന ചിലങ്കകളുടെ കിലുക്കവും. ജോജി! ദാസപ്പൻ ഭയത്താൽ വിറച്ച് ജോജിയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. ആ ശബ്ദം നീ കേൾക്കുന്നുണ്ടോ? കുളത്തിൽ നിന്നുള്ള ആ യക്ഷികൾ അവർ ഈ നിലവറ ലക്ഷ്യമാക്കി വരികയാണ്. കാൽച്ചിലമ്പുകളുടെ ശബ്ദം ഓരോ നിമിഷവും അടുത്തടുത്ത് വരുന്നു. മരണത്തിൻ്റെ മണം ആ നിലവറയിൽ നിറയാൻ തുടങ്ങി. ജോജി തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു മന്ത്രച്ചരടെടുത്ത് അത് കയ്യിൽ മുറുക്കെ പിടിച്ചു. എന്ത് സംഭവിച്ചാലും രക്തദാഹികളായ യക്ഷികളെ എതിരിടാൻ ജോജി തയ്യാറെടുക്കുകയായിരുന്നു. യക്ഷികൾ വാതിൽക്കൽ എത്തിയിരിക്കുന്നു. അടുത്ത നിമിഷം അത് വാതിൽ തുറന്ന് അകത്തേക്ക് വരുമെന്ന ഉറപ്പോടെ ഗോസ്റ്റ് ഗണേഷ് തങ്ങളുടെ മരണത്തെ മുഖാമുഖം കണ്ട് കാത്തിരുന്നു. പുറത്തുനിന്ന് കാൽച്ചിലമ്പുകളുടെ ശബ്ദം പൂർണ്ണമായും അടുത്ത് വന്നുകൊണ്ടിരുന്നപ്പോൾ സുപ്രൂര സമനില പൂർണ്ണമായും തെറ്റിയിരുന്നു. അവൻ ദാസപ്പൻ്റെ കൈകളിൽ പിടിച്ച് കുലുക്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദാസപ്പേട്ട, നിങ്ങളുടെ കയ്യിലാണോ ജോജിയേട്ടൻ്റെ കയ്യിലാണോ ആ പച്ചക്കല്ലെന്ന് എനിക്കറിയില്ല. ദയവ് ചെയ്ത് അത് അവർക്ക് തിരിച്ചു കൊടുക്ക്. ഈ യക്ഷികളുടെ കൈപ്പെട്ടാൽ നമ്മൾ ജീവനോടെ പുറത്തു പോകില്ല. അവർ നമ്മുടെ ചോര കുടിക്കും ദാസപ്പേട്ട. എന്നാൽ ജോജി അവൻ്റെ തോളിൽ പിടിച്ച് അവരെ ശാന്തനാക്കാൻ ശ്രമിച്ചു. ജോജിയുടെ മുഖത്ത് അല്പം നേരിയൊരു ആത്മവിശ്വാസം തെളിയുന്നത് അവർ കണ്ടു. എന്തോ വലിയൊരു രഹസ്യം കണ്ടെത്തിയതിൻ്റെ ഗൗരവമായിരുന്നു ജോജിയുടെ മുഖത്ത്. അവൻ ശബ്ദം താഴ്ത്തി അവരോടായി പറഞ്ഞു, ഇല്ല സുപ്രു, ഇവിടെ വലിയ എന്തോ ഒരു കളി നടപ്പുണ്ട്. ഇവിടെ പ്രേതം മാത്രമല്ല, മറ്റ് എന്തോ കൂടി നടക്കുന്നുണ്ട്. ദാസപ്പൻ അത് കേട്ട് സംശയത്തോടെ ചോദിച്ചു, എന്ത് കളി ജോജി? എന്താ നീ പറഞ്ഞു വരുന്നത്? പുറത്ത് യക്ഷികൾ നിൽക്കുമ്പോഴാ നിൻ്റെ ഒരു... ദാസപ്പ, നീ പറയുന്നൊന്ന് കേൾക്ക്. ജോജി അവനെ തടഞ്ഞു. കുറച്ചു മുമ്പ് സുപ്രുവിൻ്റെ കരച്ചിൽ കേട്ട് ഞാൻ മുകളിലത്തെ നിലയിലേക്ക് പോയില്ലേ? അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച മറ്റൊന്നാണ്. ഒരു മേശപ്പുറത്ത് ജോണി വാക്കറിൻ്റെ ഒരു കുപ്പി, അതിൻ്റെ അടുത്ത് ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചിരിക്കുന്ന മദ്യം. അതിലെ ഐസിൻ്റെ തണുപ്പ് പോലും പോയിട്ടില്ല. അപ്പോൾ ദാസപ്പൻ്റെ കണ്ണുകൾ വിടർന്നു. ഈ ബ്രഹ്മരക്ഷത്വ യക്ഷികളൊക്കെ രാത്രി ജോണി വാക്കർ അടിച്ചിട്ടാണ് കിടക്കുന്നത്. അതാണ് ദാസപ്പ ഞാനും പറയുന്നത്. ജോജി മെല്ലെ മന്ത്രിച്ചു. പ്രേതങ്ങൾക്ക് മദ്യപിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെ ശരിക്കും നമ്മളോട് കളിക്കുന്നത് പ്രേതമല്ല. ആ അശരീരി ശബ്ദവും പ്രേതവുമെല്ലാം വെറും പൊള്ളയാണ്. ഈ പച്ചക്കല്ലിന് വേണ്ടി ഏതോ മനുഷ്യൻ മെനഞ്ഞെടുത്ത ഒരു നാടകമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ജോജി പറഞ്ഞു നിർത്തിയതും പെട്ടെന്ന് നിലവറയുടെ ഇരുമ്പ് വാതിൽ ഭയാനകമായ ശബ്ദത്തോടെ മലക്ക തുറന്നു. പുറത്തുനിന്ന് കട്ടിയുള്ള വെളുത്ത പുക നിലവറയിലേക്ക് ഇരച്ചു കയറി. ആ നിമിഷം തുറക്കപ്പെട്ട വാതിലിൻ്റെ ഘോണിപ്പടികളിൽ നിന്നും ഇറങ്ങി വരുന്ന ആ രൂപങ്ങളെ കണ്ട് അവർ ഞെട്ടിപ്പോയി. നിലത്ത് കാലുറപ്പിക്കാതെ വായുവിൽ ഒഴുകി വരുന്ന വെള്ള വസ്ത്രം ധരിച്ച രൂപങ്ങൾ. അവയുടെ മുഖം വികൃതവും അഴുകിയതുമായിരുന്നു. നീണ്ട നഖങ്ങളും രക്തമിറ്റിറ്റ് വീഴുന്ന ചുണ്ടുകളുമുള്ള രൂപങ്ങൾ. ആ രൂപങ്ങൾ പതിയെ നിലവറയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. ഇതൊരു നാടകമാണെന്ന് ജോജി പറഞ്ഞെങ്കിലും കൺമുമ്പിൽ യഥാർത്ഥ യക്ഷികളെ പോലെ ഒഴുകി വരുന്ന ആ രൂപങ്ങളെ കണ്ടതും ജോജി ഒരു നിമിഷം പരിഭ്രമിച്ച് നിന്നുപോയി. തങ്ങൾ നേരിടുന്നത് മനുഷ്യനെയാണോ അതോ മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന പൈശാചിക ശക്തികളെയാണെന്നോ മനസ്സിലാകാതെ ജോജി തറഞ്ഞു നിന്നുപോയി. ഒഴുകി വരുന്ന ആ രൂപങ്ങളെ കണ്ടതും ജോജി തൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു. അവൻ തൻ്റെ ഏറ്റവും വലിയ ആയുധമായ ഫ്രീസ് പവർ എടുക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. കണ്ണു തുറക്കുന്ന ആ നിമിഷം യക്ഷികളും ആ ലോകവും നിശ്ചലമാകുമെന്ന് അവൻ കരുതി. സർവശക്തിയും എടുത്ത് അവൻ കണ്ണ് അടച്ചു തുറന്നു. പക്ഷേ സമയം അവിടെ നിശ്ചലമായില്ല. എന്ന് മാത്രമല്ല, ആ വികൃത രൂപങ്ങൾ കൂടുതൽ അടുത്ത് വായുവിലൂടെ ഒഴുകി വരുന്നു. ആ ശരീരയുടെ അട്ടഹാസം ആ നിലവറയിൽ മുഴങ്ങി. നിങ്ങളുടെ ഒരടവും ഈ തറവാട്ടിൽ നടക്കില്ല. ഇപ്പോൾ നിങ്ങൾ എൻ്റെ അടിമകൾ മാത്രമാണ്. ഇവിടുത്തെ രക്തദാഹികളായ യക്ഷികളുടെ വെറുവിരകൾ. ഭയാനകമായ ചിരിയോടെ ആ യക്ഷികൾ സുപ്രുവിൻ്റെയും ദാസപ്പൻ്റെയും ജോജിയുടെയും നെഞ്ചിലേക്ക് മൂർച്ചയുള്ള നഖങ്ങൾ കുത്തിയിറക്കാനായി പാഞ്ഞെടുത്തു. അവർക്ക് ഒഴിഞ്ഞു മാറാൻ പോലും പറ്റാതെ തങ്ങളുടെ മരണത്തെ അവർ മുഖാമുഖം കണ്ടു. നിലവറയാകെ ഒന്നാകെ പിടിച്ചു കുലുക്കിയ വലിയൊരു കൂട്ടിമുട്ടൽ അവിടെ നടന്നു. തിന്മയുടെ ഇരുണ്ട വാതിലിന് പിന്നിലായി മറ്റൊരു ലോകത്തു നിന്നുള്ള വലിയ രക്ഷയുടെ ജാലകം തുറക്കപ്പെട്ടു. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തോടെ ആ ഡയമെൻഷൻ പോർട്ടിൽ നിന്നും മൂന്നാളുകൾ പുറത്തേക്ക് വന്നു. ആ വെളിച്ചത്തിൽ അവരുടെ മുഖം വ്യക്തമായപ്പോൾ യഥാർത്ഥ ജോജിയും ദാസപ്പനും സുപ്രുവും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം വന്നത് മറ്റാരുമല്ല, സമാന്തര ലോകത്തുള്ള സൂപ്പർ പവറുകളുള്ള ജോജിയും ദാസപ്പനും സുപ്രുവും. ഹോളിവുഡ് സിനിമകളിലെ സൂപ്പർ ഹീറോസിനെ വെല്ലുന്ന കോസ്റ്റ്യൂമുകളായിരുന്നു അവർ ധരിച്ചിരുന്നത്. നീലയും വെള്ളിയും കലർന്ന തിളങ്ങുന്ന ഹൈടെക് ആർമർ സ്യൂട്ടായിരുന്നു ജോജിയുടെ വേഷം. അവൻ്റെ നെഞ്ചിൽ പ്രകാശം ഓമിക്കുന്ന വലിയൊരു ഇടിമിന്നലിൻ്റെ ചിഹ്നമുണ്ടായിരുന്നു. കണ്ണുകളിൽ നീല വെളിച്ചം തെളിഞ്ഞിരുന്നു. വായുവിൽ അവൻ്റെ ശരീരത്തിന് ചുറ്റും ചെറിയ ഇടിമിന്നലുകൾ പാഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. ഇടിമിന്നലിൻ്റെ അപാരമായ പവറാണ് ജോജിക്ക്. കടുംചുവപ്പും സ്വർണ്ണ നിറവും കലർന്ന പടച്ചട്ടയണിഞ്ഞാണ് ദാസപ്പൻ നിൽക്കുന്നത്.
അവൻ്റെ സ്യൂട്ടിൽ നിന്നും വലിയൊരു ചൂട് പുറത്തേക്ക് വമിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ഓരോ ശ്വാസത്തിലും തീപ്പൊരികൾ പുറത്തേക്ക് പറക്കുന്നുണ്ട്. ഇരുകൈ മുഷ്ടികളും ചുരുട്ടുമ്പോൾ അവിടെ അഗ്നിനാളങ്ങൾ ആളിക്കത്തി. വലിയൊരു അഗ്നിപർവ്വതം പോലെ തീയുടെ അപാരമായ പവർ. വായുവിനെ കീറിമുറിക്കാൻ പാകത്തിന് വളരെ സ്ലീക്കായ ഇളം പച്ചയും ചാരനിറവുമുള്ള ഒരു എയറോഡൈനാമിക് സ്യൂട്ടിലായിരുന്നു സുപ്രു. അവൻ നിലത്ത് കാലുറപ്പിക്കാതെ കാറ്റിൽ ഒഴുകി നടക്കുകയായിരുന്നു. അവൻ്റെ പിന്നിലായി നീളമുള്ളൊരു കേപ്പ് കാറ്റിൽ ഒഴുകി പറക്കുന്നുണ്ടായിരുന്നു. അവന് ചുറ്റും ചെറിയൊരു ചുഴലിക്കാറ്റ് എപ്പോഴും വീശിയടിക്കുന്നുണ്ട്. കൊടുങ്കാറ്റിൻ്റെയും വായുവിൻ്റെയും പവറാണ് അവന്. ഈ അമാനുഷിക ശക്തികളെ കണ്ട ആ വികൃത രൂപങ്ങൾ കുത്തിയിറക്കാൻ വന്ന നഖങ്ങൾ പിൻവലിച്ച് ഒരു നിമിഷം പകച്ചുപോയി. യാതൊരു ശക്തിയുമില്ലാതെ ഭയന്ന് വിറച്ചു നിന്ന യഥാർത്ഥ ജോജിക്ക് സംഘത്തിന് മുന്നിലായി വലിയൊരു കോട്ട പോലെ ആ സൂപ്പർ ഹീറോകൾ നിലയുറപ്പിച്ചു. നിങ്ങളൊക്കെ ആരാണ്? നിലത്ത് വീണ് കിടന്ന സുപ്രു ചോദിച്ചു. മിന്നൽ പിളർ പായുന്ന കൈകളോടെ സൂപ്പർ ഹീറോ ജോജി തിരിഞ്ഞു നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് മുന്നിൽ നിൽക്കുന്ന യക്ഷികൾക്കും അദൃശ്യ ശക്തികൾക്കും നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇവരുടെ പവറുകൾ ഇവിടെ വിലപ്പോകില്ലായിരിക്കും. ഈ ലോകത്തെയെല്ലാം നിയന്ത്രിക്കുന്ന പുതിയ നിയമങ്ങൾ എഴുതാൻ ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നു. ആദ്യത്തെ യക്ഷിക്കൂട്ടം സൂപ്പർ പവറുള്ള 3 അംഗ സംഘത്തിന് മുന്നിൽ വെറുമൊരു കരിയില പോലെയാണ് എരിഞ്ഞടങ്ങിയത്. ദാസപ്പൻ്റെ ശരീരത്തിൽ നുതിർന്ന ആ തീകോളത്തിൽ ആ വികൃത രൂപങ്ങൾ നിലവിളിച്ചുകൊണ്ട് ചാമ്പലായി. എന്നാൽ അതൊരു തുടക്കം മാത്രമായിരുന്നു. പെട്ടെന്ന് കരിങ്കൽ പാകിയ തറ കുലുങ്ങാൻ തുടങ്ങി. ഭൂമി കുലുക്കം പോലെ ആ തറവാട് ഒന്നാകെ വിറച്ചു. ജോജിയും കൂട്ടരും ഞെട്ടലോടെ ചുറ്റും നോക്കി. വലിയൊരു ശബ്ദത്തോടെ തറയിലെ കരിങ്കല്ലുകൾ പൊട്ടിപ്പിളർന്നു. ആ വിടവിലൂടെ ഭൂമിക്കടിയിൽ നിന്നും നിലവറയുടെ കോടുകളിൽ നിന്നും കൂടുതൽ ഭയാനകമായ രൂപങ്ങൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. അഴുകിയ മാംസവും ചോരയൊലിക്കുന്ന പല്ലുകളും തീതുപ്പുന്ന കണ്ണുകളുമുള്ള ഭീകര സത്വങ്ങൾ. അതിനു പുറമെ മുകളിലത്തെ ജാലകത്തിൻ്റെ ഇരുമ്പഴികൾ തകർത്ത് നൂറുകണക്കിന് രക്തദാഹികളായ യക്ഷികൾ വവ്വാലുകളെപ്പോലെ നിലവറയിലേക്ക് പറന്നു വന്നു. കട്ടയ്ക്കുള്ള പോരാട്ടം ആരംഭിക്കുകയായി. ഭൂമിക്കടിയിൽ നിന്ന് ഇഴഞ്ഞു വന്ന സത്വങ്ങൾക്ക് നേരെ ദാസപ്പൻ ഒരു സിംഹത്തെ പോലെ ഗർജിച്ചുകൊണ്ട് ചാടി വീണു. അവൻ്റെ മുഷ്ടിയിൽ നിന്നും പുറത്തു ചാടിയ അഗ്നിനാളങ്ങൾ ആ രൂപങ്ങളെ വിഴുങ്ങി. അവൻ്റെ ചുറ്റുമുള്ള തീജ്വാലകൾ ചാട്ടവാർ പോലെ വീശി അവൻ ചുറ്റുമുള്ള ഇരുട്ടിനെ വെളിച്ചമാക്കി. തീപ്പൊരികൾ ആ നിലവറയിലാകെ ഉൽക്കാവർഷം പോലെ ചൊരിഞ്ഞു. ജാലകം തകർത്തൊഴുകി വന്ന ആ വികൃത രൂപങ്ങളെ നേരിടാൻ സുപ്രു വായുവിൽ കുതിച്ചുയർന്നു. അവൻ 2 കൈകളും വട്ടത്തിൽ കറക്കി ഒരു ചെറിയ ചുഴലിക്കാറ്റ് ആ നിലവറയിൽ സൃഷ്ടിച്ചു. ഭയാനകമായ അട്ടഹാസത്തോടെ പാഞ്ഞു വന്ന ആ യക്ഷികൾ ആ ചുഴലിക്കാറ്റിൽ അലറിക്കൊണ്ട് വായുവിൽ വട്ടം കറങ്ങി. കാറ്റിൻ്റെ മൂർച്ചയേറിയ ബ്ലേഡുകൾ കൊണ്ട് സുപ്രു വരെ വരിഞ്ഞു മുറുക്കി. കൂട്ടത്തിൽ ഏറ്റവും വലിയ ഭീകരരൂപം കുതിച്ചു വന്നത് ജോജിക്ക് നേരെയാണ്. നിലവിളിച്ചുകൊണ്ട് പാഞ്ഞു വന്ന ആ സത്വത്തിൻ്റെ നെഞ്ചിലേക്ക് ജോജി തൻ്റെ വലതു കൈ നീട്ടി. ആ കൈപ്പത്തിയിൽ നിന്ന് പുറത്തു ചാടിയ നീല നിറത്തിലുള്ള അതിശക്തമായ ഇടിമിന്നൽ ആ രൂപത്തെ തുളച്ചു കയറി. ഇടിമിന്നലേറ്റ് ആ ശരീരം ചിതറിത്തെറിച്ചു. ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന അതിഭീകരമായ യുദ്ധക്കളമായി ആ തറവാട് വീട് മാറി. വെട്ടും തടയുമെല്ലാം കട്ടയ്ക്കായിരുന്നു. ഒരു സത്വത്തെ ഇല്ലാതാക്കുമ്പോൾ 10 എണ്ണം പുതുതായി ജനിക്കുകയാണ്. ഭൂമിക്കടിയിൽ നിന്നും വന്ന 3 രൂപങ്ങൾ ദാസപ്പൻ്റെ മേൽ ചാടി വീണ് അവനെ തറയിലേക്ക് തള്ളിയിട്ടു. അവരുടെ കൂർത്ത നഖങ്ങൾ ദാസപ്പൻ്റെ ആർമർ സ്യൂട്ടിൽ ഉരസി വലിയ തീപ്പൊരികൾ ചിതറി. എന്നാൽ അടുത്ത നിമിഷം ദാസപ്പൻ്റെ ശരീരത്തിൽ നിന്നും വലിയൊരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് പോലെ തീ പുറത്തേക്ക് വമിച്ചു. ആ രൂപങ്ങൾ കത്തിക്കരിഞ്ഞ് ചിതറിത്തെറിച്ചു. മറുഭാഗത്ത് ജോജിയെ 4 യക്ഷികൾ കൂടി വായുവിലേക്ക് ഉയർത്തിയിട്ട് താഴേക്ക് വലിച്ചെറിയാൻ ശ്രമിച്ചു. എന്നാൽ വായുവിൽ വെച്ച് തന്നെ തൻ്റെ കൈകൾ കൂട്ടിയിടിച്ച് കാതറപ്പിക്കുന്ന ഒരു ഇടിമുഴക്കം അവിടെ സൃഷ്ടിച്ചു. ആ ഇടിമുഴക്ക ശബ്ദത്തിൽ യക്ഷികളുടെ കാത് പൊട്ടി അവർ നിലത്തേക്ക് വീണു. തങ്ങളുടെ സ്വന്തം രൂപത്തിലുള്ള ആളുകൾ അപാരശക്തിയോടെ പോരാടുന്നത് കണ്ട് യഥാർത്ഥ ജോജി സംഘവും ശ്വാസമടക്കി പിടിച്ച് നിന്നുപോയി. ഓരോ ഇടിയിലും ഇടിമിന്നലും തീപ്പൊരികളും കാറ്റും കൊണ്ട് ആ നിലവറ കുലുങ്ങി. തിന്മയുടെ സൈന്യവും സൂപ്പർ പവറുകളുള്ള നന്മയുടെ ശക്തിയും തമ്മിലുള്ള ആ പോരാട്ടം അവിടെ അവസാനിച്ചിരുന്നില്ല. ഇരുണ്ട വാതിലുകൾക്ക് പിന്നിലായി വലിയൊരാപത്ത് അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന പോരാട്ടങ്ങൾക്കിടയിലാണ് ആ നിലവറയുടെ വലിയ ഇരുമ്പ് വാതിൽ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചത്. തീയും പുകയും നിറഞ്ഞ ആ വാതിക്കൽ നരകത്തിൽ നിന്നും സാക്ഷാൽ കാലൻ കയറി വരുന്നത് പോലുള്ള അതിഭീകരമായ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. ആ കാഴ്ച കണ്ട് യഥാർത്ഥ ജോജിയുടെയും കൂട്ടരുടെയും ചോര ഉറഞ്ഞുപോയി. കറുത്തിരണ്ട് പാറ പോലുള്ള മനുഷ്യൻ്റെ ഉടലും, എന്നാൽ അതിനു മുകളിൽ ഭയാനകമായ 4 നായ്ക്കളുടെ തലയുമായി ഒരു കൊടും സത്വം. അതിൻ്റെ വായിൽ നിന്നും ഉമിനീരിന് പകരം കൊഴുത്ത ലാവയാണ് ഒഴുകിയിറങ്ങുന്നത്.
ഓരോ തലയിലെയും ചുവന്ന കണ്ണുകൾ ക്രൂരതയോടെ തിളങ്ങി. ആ സത്വത്തെ കണ്ടത് സൂപ്പർ ഹീറോ ദാസപ്പൻ വലിയൊരു ശക്തിയോടെ ആ സത്വത്തിൻ്റെ നെഞ്ചിലേക്ക് തീപ്പൊരികൾ പാറുന്ന ഒരു പഞ്ച് കൊടുത്തു. എന്നാൽ ദാസപ്പൻ്റെ ആ വലിയ പ്രഹരം ആ ഭീകരരൂപത്തിന് തെല്ല് മേശിയില്ല. ദാസപ്പൻ അടുത്ത അടിക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് ആ സത്വത്തിൻ്റെ തല അതിവേഗത്തിൽ ദാസപ്പനെ കടിച്ചു പിടിച്ചു. ആ തലയിലെ കൂർത്ത പല്ലുകൾ അവൻ്റെ ആർമർ സ്യൂട്ടിൽ ആഴ്ന്നിറങ്ങി. വായുവിൽ വെച്ചൊരു പാവയെപ്പോലെ ദാസപ്പനെ ആ രൂപം കടിച്ചു കുടഞ്ഞു. വലിയൊരു അലർച്ചയോടെ ആ സത്വം ദാസപ്പനെ ആ കരിങ്കൽ ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞു. ദാസപ്പ! സുപ്രു അലറി. വലിയൊരു ശബ്ദത്തോടെ ഭിത്തിയിലടിച്ച് ദാസപ്പൻ വീഴുന്നത് കണ്ട ജോജിയും സുപ്രുവും ആ സത്വത്തിനു നേരെ പാഞ്ഞെടുത്തു. വായുവിൻ്റെ അതിവേഗത്തിൽ സുപ്രു ആ സത്വത്തിന് ചുറ്റും പറന്ന് കാറ്റിൻ്റെ ബ്ലേഡുകൾ കൊണ്ട് ആഞ്ഞടിച്ചു. ജോജി നിരന്തരം ഇടിമിന്നലുകൾ വർഷിച്ചുകൊണ്ടിരുന്നു. പരിക്കേറ്റ ദാസപ്പനും എഴുന്നേറ്റ് വന്ന് നിരന്തരം തീജ്വാലകൾ കൊണ്ട് ആ സത്വത്തെ ആക്രമിച്ചു. മൂവരും ചേർന്നുള്ള അതിഭീകരമായ ആക്രമണമാണ് അവിടെ നടന്നത്. എന്നാൽ ഈ പവറുകളൊന്നും ആ സത്വത്തെ തളർത്താൻ പോന്നതായിരുന്നില്ല. ആ കാറ്റിനെ വകഞ്ഞു മാറ്റി ആ സത്വം സുപ്രുവിനെ തട്ടിത്തെറിപ്പിച്ചു. തീയുമായി വന്ന ദാസപ്പനെ ചവിട്ടിത്താഴ്ത്തി. ഇടിമിന്നലുകളെ പ്രതിരോധിച്ച് ജോജി ആ സത്വം നിലത്തടിച്ചു. 4 തലയുള്ള ആ സത്വം യാതൊരു ക്ഷീണവുമില്ലാതെ കൂടുതൽ കരുത്തോടെ അവർക്ക് നേരെ പാഞ്ഞെടുത്തു. തങ്ങൾ പരാജയപ്പെടുകയാണെന്നും തങ്ങൾ ആ മഹാശക്തിക്ക് മുന്നിൽ തോറ്റു കൊടുക്കേണ്ടി വരുമെന്ന് അവർക്ക് ഉറപ്പായി. മൂവരും വലിയ പരിക്കുകളോടെ ആ രൂപത്തിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നു. ജോജി, നമുക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇത് നരകത്തിൽ നിന്നുള്ള വലിയൊരു ശക്തിയാണ്, ദാസപ്പൻ കിറച്ചുകൊണ്ട് പറഞ്ഞു. വേറെ ഒരു വഴിയുമില്ലാതെ ജോജി ആ തീരുമാനമെടുത്തു. അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. തൻ്റെ സ്യൂട്ടിലെയും ഉള്ളിലെയും സകല ഊർജവും അവൻ ഒരൊറ്റ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചു. തൻ്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാവുന്ന ആ അറ്റകൈ പ്രയോഗം, ആ അൾട്ടിമേറ്റ് പവർ അവൻ പുറത്തെടുത്തു. പെട്ടെന്ന് ജോജിയുടെ ശരീരത്തിൽ നിന്നുള്ള നീല വെളിച്ചം മാറി കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു വെള്ള വെളിച്ചം നിറഞ്ഞു. നിലവറയുടെ മുകളിൽ നിന്നും ആകാശം മുട്ടുന്ന വലിയൊരു ഇടിമുഴക്കം. ജോജിയുടെ ശരീരത്തിൽ നിന്നും ലക്ഷക്കണക്കിന് വോൾട്ട് വരുന്ന ജീവനുള്ള ഒരു മഹാ ഇടിമിന്നൽ ഒരു പ്രകാശദണ്ഡ് പോലെ ആ സത്വത്തിൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞടിച്ചു. ആ അൾട്ടിമേറ്റ് പവറിൻ്റെ പ്രകാശത്തിൽ ആ നിലവറ ഒന്നാകെ വിറച്ചു. ചുറ്റും പ്രകാശം മാത്രം. ആ മഹാശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ആ ഭീകരസത്വം അലറിക്കരഞ്ഞു. ആ അതിശക്തമായ പ്രകാശത്തിൽ ആ സത്വത്തിൻ്റെ നായത്തലകൾ കരിഞ്ഞു തുടങ്ങി. ശരീരത്തിൽ നിന്നും കറുത്ത പുകയുയർന്നു. ഒടുവിൽ ജോജിയുടെ മഹാ അൾട്ടിമേറ്റ് പവറിൽ കീഴടങ്ങിക്കൊണ്ട് വലിയൊരു ശബ്ദത്തോടെ 4 തലയുള്ള ആ സത്വം കരിഞ്ഞ് നിലത്തേക്ക് വീണു. ജോജിയുടെ 4 തലയുള്ള പട്ടിയെ കൊന്നേ! കിടക്കയിൽ കിടന്ന് കൈയും കാലും അടിച്ച് അലറി വിളിക്കുകയായിരുന്നു സുപ്രു. അപ്പോഴാണ് ദാസപ്പൻ ഒരു കപ്പിൽ നിറയെ വെള്ളമെടുത്ത് സുപ്രുവിൻ്റെ തലവഴി ഒഴിച്ചത്. മരവിപ്പിക്കുന്ന ആ തണുപ്പിൽ നിന്ന് സുപ്രു ചാടി എഴുന്നേറ്റ് തല കുടഞ്ഞ് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. കിതച്ചുകൊണ്ട് അവൻ ചുറ്റും നോക്കി. ഇടിമിന്നലും തീയും ഒന്നുമില്ല. നരകത്തിലെ ആ പട്ടിയുമില്ല. താനിപ്പോൾ ഇരിക്കുന്നത് സ്വന്തം മുറിയിലെ കട്ടിലിലാണ്. മുന്നിൽ ദാസപ്പനും ജോജിയും പകപ്പോടെ അവനെ നോക്കി നിൽപ്പുണ്ട്. സുപ്രു പെട്ടെന്ന് സ്വന്തം ശരീരത്തിൽ തൊട്ടു നോക്കി. വായുവിൽ പറക്കുന്ന ഹൈടെക് ആർമർ സ്യൂട്ട് ഒന്നുമില്ല. വെറുമൊരു ടീഷർട്ട് മാത്രം. അപ്പോൾ നമ്മൾ സൂപ്പർ ഹീറോകളല്ലായിരുന്നോ? സുപ്രു ദയനീയമായി ചോദിച്ചു. ജോജി വളരെ ഗൗരവത്തിൽ അവൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ പൊന്നു സുപ്രു, നീ എന്തൊക്കെയാണ് ഇന്നലെ കാണിച്ചു കൂട്ടിയത് നിനക്ക് വല്ല ഓർമ്മയുണ്ടോ? രാത്രി നിന്നെ തിരക്കി ഞങ്ങൾ എവിടെയൊക്കെ പോയതറിയാവോ? നീ എന്തിനാടാ പോന്നെ നീ ആ ബ്രഹ്മരക്ഷത്തിൻ്റെ മനയിലേക്ക് തന്നെ പോയത്? സുപ്രു കണ്ണു മിഴിച്ചു നിന്നു. ജോജി തുടർന്നു. ഒടുവിൽ കാണാതായ നിന്നെ അന്വേഷിച്ചിറങ്ങിയ ഞാനും ദാസപ്പനും ആ മനയുടെ ഗേറ്റിന് മുന്നിൽ നിന്റെ ബൈക്കിരുന്ന് കണ്ടാണ് അങ്ങോട്ട് കയറിയത്. ആ നിലവറയിൽ യാതൊരു ബോധവുമില്ലാതെ കിടക്കുകയായിരുന്നു നീ. നിന്നെയും താകെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞങ്ങൾ പെട്ട പാട്. ഇത് കേട്ടതും ദാസപ്പൻ നെറ്റി ചൊളിച്ചുകൊണ്ട് ജോജിയെ നോക്കി. അങ്ങനെയല്ലല്ലോ ജോജി, ദാസപ്പൻ സംശയത്തോടെ പറഞ്ഞു. നമ്മൾ സുപ്രുവിനെ അന്വേഷിച്ച് നടന്നപ്പോൾ സുപ്രു നമ്മളെ ഫോണിൽ പിടിച്ചിട്ടല്ലേ നമ്മൾ ആ മനയിലേക്ക് പോയത്? അവൻ ആ ബ്രഹ്മരക്ഷത്തിൻ്റെ മനയിലുണ്ടെന്ന് അവൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ അറിഞ്ഞത്? ജോജി തിരിഞ്ഞു നിന്ന് ദാസപ്പനെ നോക്കി. അതെങ്ങനെ ശരിയാകും ദാസപ്പ? അവൻ നമ്മളെ വിളിച്ചിട്ടില്ലല്ലോ. അവൻ്റെ ബൈക്ക് നമ്മൾ കണ്ടിട്ടല്ലേ നമ്മൾ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ജോജി പെട്ടെന്ന് നിശബ്ദനായി. അവൻ്റെ തലച്ചോറിൽ ചെറിയൊരു തടസ്സം നേരിട്ടതുപോലെ അവൻ സ്റ്റക്കായി നിന്നുപോയി. എന്താണ് ശരിക്കും നടന്നതെന്ന് അവനൊരു സംശയമായി. അപ്പോഴാണ് സുപ്രു കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് തലയ്ക്ക് കൈവച്ചുകൊണ്ട് പറഞ്ഞത്, നിങ്ങളെന്തൊക്കെയായി പറഞ്ഞു വരുന്നത്? അതൊന്നും അല്ല അവിടെ സംഭവിച്ചത്. നമ്മളെല്ലാവരും സൂപ്പർ ഹീറോസായി മാറി. ജോജിയേട്ടൻ്റെ കയ്യിലാണെങ്കിൽ ഇടിമിന്നലുണ്ടായിരുന്നു. ദാസപ്പനാണെങ്കിൽ തീ തുപ്പുകയായിരുന്നു. ഞാൻ കാറ്റായിട്ട് പാറിപ്പറന്ന് നടക്കുകയായിരുന്നു. എന്നിട്ട് ആ ഭീകര രൂപമുള്ള ആ 4 തലയുടെ സത്വത്തെ നമ്മൾ കൊന്നില്ലേ? മൂവരും പരസ്പരം നോക്കി. 3 പേരും പരസ്പരം നോക്കി. വലിയൊരു കൺഫ്യൂഷൻ ആ റൂമിൽ നിറഞ്ഞു നിന്നിരുന്നു. ഓരോരുത്തർക്കും ഓരോ ഓർമ്മകളാണ്. 3 പേരും പറയുന്നത് 3 വ്യത്യസ്തമായ കാര്യങ്ങൾ. പെട്ടെന്ന് ജോജിക്ക് വലിയൊരു സംശയം ഓർമ്മ വന്നു. അവൻ സുപ്രുവിനെ നോക്കി ചോദിച്ചു, ശരി സുപ്രു, നീ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ
നീ രാത്രി നനഞ്ഞൊട്ടി വീട്ടിലേക്ക് കയറി വന്നതോ? ഞങ്ങൾ ചോദിച്ചതിന് യാതൊരു മറുപടിയും പറയാതെ നീ റൂമിൽ കയറി കുറ്റിയിട്ടിരുന്നല്ലോ. പക്ഷേ ഞങ്ങൾ വാതിൽ പൊളിച്ച് അകത്തേക്ക് കയറിയപ്പോൾ നീ അവിടെ ഉണ്ടായിരുന്നില്ല. നനഞ്ഞ കാൽപ്പാടുകൾ പോലും ആ റൂമിൽ ഉണ്ടായിരുന്നില്ല. അതെന്തായിരുന്നു? സുബ്രു അമ്പരപ്പോടെ ജോജിയെ നോക്കി പറഞ്ഞു. അത് ശരിക്കും ഞാൻ തന്നെയായിരുന്നു ജോജിയേട്ടാ. ഹോസ്പിറ്റലിൽ നിങ്ങളെ കാണാതെ വന്നപ്പോൾ മഴ നനഞ്ഞ് ഞാൻ വീട്ടിലേക്ക് തിരികെ വന്നു. പക്ഷേ ഞാൻ ജനാലയ്ക്ക് വന്ന് നോക്കിയപ്പോൾ നിങ്ങൾ രണ്ടുപേരും എന്നെ കാത്തു നിൽക്കാതെ വണ്ടിയും എടുത്ത് പുറത്തേക്ക് പോകുന്നതാണ് ഞാൻ കാണുന്നത്. എന്ത്? ദാസപ്പൻ ഞെട്ടി. ഞങ്ങൾ പുറത്തേക്ക് പോകുന്നത് നീ കണ്ടെന്നോ? എടാ, നീ മഴ നനഞ്ഞ് അകത്തേക്ക് കയറി വരുന്നതാണ് ഞങ്ങൾ കണ്ടത്. അതല്ല ദാസപ്പേട്ടാ, നിങ്ങൾ കാറെടുത്ത് പുറത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടെന്നേ. എന്നെ കൂട്ടാതെ പുറത്തേക്ക് പോയ ദേഷ്യത്തിലാണ് ഞാൻ അകത്ത് കയറി വാതിലടച്ചത്. അത് ഓർമ്മയില്ലേ? പിന്നെ അവിടെ വെച്ച് എൻ്റെ ബോധം പോയി. പിന്നെ ഞാൻ ഉറക്കത്തിലാണോ ഉണർന്നപ്പോഴാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എഴുന്നേറ്റപ്പോൾ നിലവറയിലാണ്. ഞാൻ എങ്ങനെയാണ് സൂപ്പർ ഹീറോയായി വന്നതെന്ന് പോലും എനിക്കറിയില്ല. സുബ്രു കിറച്ചുകൊണ്ട് പറഞ്ഞു. ജോജി തളർച്ചയോടെ അവിടെ ഉണ്ടായിരുന്ന കസാരയിലേക്ക് ഇരുന്നു. സത്യം കണ്ട വലിയൊരു കുരുക്ക് അവൻ്റെ മുന്നിൽ അഴിഞ്ഞു വീഴുകയായിരുന്നു. അപ്പോൾ ജോജി, നമ്മളീ കണ്ടതൊക്കെ? ദാസപ്പൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. അതേ ദാസപ്പ, ജോജി ഒരു ദീർഘനിശ്വാസം എടുത്തിട്ട് പറഞ്ഞു. നമ്മൾ രണ്ടുപേരും കണ്ടതും അനുഭവിച്ചറിഞ്ഞതും പൂർണ്ണമായും സത്യമായ കാര്യങ്ങളല്ല. അവിടെ പ്രേതങ്ങളോ ഇവൻ പറയുന്നത് പോലെ സൂപ്പർ ഹീറോകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവൻ പറഞ്ഞില്ലേ ഇവൻ്റെ മുഖത്തേക്ക് എന്തോ പൊടി ഊതിയെന്ന്? അതിൻ്റെ ഹാലൂസിനേഷനാകാമത്. അത് അവൻ്റെ മുഖത്തേക്കല്ലേ ഊതിയത്, നമ്മുടെ മുഖത്തല്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ തോന്നും? ദാസപ്പൻ ചോദിച്ചു. എനിക്കൊന്നും അറിയില്ല ദാസപ്പ. ജോജി തളർന്നുപോയി. ജോജിയുടെ മുഖത്ത് വല്ലാത്തൊരു ഭയം നിറഞ്ഞു. ആ തലച്ചോറിനെ മരവിപ്പിക്കുന്ന രാത്രി അങ്ങനെ കടന്നുപോയി. പിറ്റേന്ന് രാവിലെ വലിയൊരു ഞെട്ടലോടെയാണ് അവർ ഉണർന്നത്. തങ്ങളുടെ ഓർമ്മകളെയും കാഴ്ചകളെയും ഹൈജാക്ക് ചെയ്ത ആ മഹാശക്തിയുടെ രഹസ്യം തേടി അവർ ഇറങ്ങാൻ തീരുമാനിച്ചു. ആദ്യം അവർ പോയത് സെൻറ്റ് ജോൺസ് ആശുപത്രിയിലേക്കാണ്. കഴിഞ്ഞ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആ നേഴ്സിനെ അവർ കണ്ടുപിടിച്ചു. നേഴ്സിനോട് ചോദിച്ചപ്പോൾ നേഴ്സ് പറഞ്ഞു, അതെ, ഈ പയ്യൻ ഇന്നലെ രാത്രി പാതിരാത്രിക്ക് ഇവിടെ വന്നു. നേഴ്സ് സുബ്രുവിനെ ചൂണ്ടി പറഞ്ഞു. വളരെ വെപ്രാളത്തോടെ രണ്ടുപേർ ആക്സിഡൻ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെ ഒരു കേസ് ഇവിടെ വന്നിട്ടില്ലെന്ന് ഞാൻ തന്നെയാണ് അവനോട് പറഞ്ഞത്. നേഴ്സ് പറഞ്ഞത് കേട്ട് ദാസപ്പനും ജോജിയും പരസ്പരം നോക്കി. അപ്പോൾ സുബ്രു പറഞ്ഞിരിക്കുന്നത് സത്യമാണ്. ആ പാതിരാത്രിയിൽ ആരോ അവനെ മനഃപൂർവ്വം ഫോൺ വിളിച്ച് വരുത്തിച്ചതാണ്. അപ്പോഴാണ് ജോജിയുടെ തലയിൽ മറ്റൊരു ബുദ്ധി ഉദിച്ചത്. ദാസപ്പ, നമ്മുടെ വീടിൻ്റെ വളവ് തിരിയുന്ന വശത്ത് റിട്ടയർഡ് ASI ഭരതൻ പിള്ളയുടെ വീടില്ലേ? ആ വീടിൻ്റെ മതിലിൽ വെച്ചിരിക്കുന്ന CCTV ക്യാമറ നമ്മുടെ റോഡിലേക്കാണ് തിരിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാലോ? അവർ വേഗത്തിൽ തന്നെ ഭരതൻ പിള്ളയുടെ വീട്ടിലെത്തി. കാര്യം പറഞ്ഞപ്പോൾ ഭരതൻ പിള്ള അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ അനുമതി കൊടുത്തു. തലേദിവസത്തെ രാത്രിയിലെ റെക്കോർഡിംഗ് അവർ പ്ലേ ചെയ്തു. സമയസൂചിക പിന്നിലേക്ക് നീങ്ങി. 12 മണി, 1 മണി. ജോജി പെട്ടെന്ന് പറഞ്ഞു, ആ വ്യൂ ഒന്ന് സൂം ചെയ്യേ. സ്ക്രീനിൽ കണ്ട കാഴ്ച അവരെ അമ്പരപ്പിച്ചു. കൃത്യം 1:30 നനഞ്ഞൊട്ടിയ സുബ്രു വീട് ലക്ഷ്യമാക്കി ആ റോഡിലൂടെ നടന്നു വരുന്നു. 10 മിനിറ്റുകൾക്ക് ശേഷം, അതായത് 1:40 ജോജിയും ദാസപ്പനും തങ്ങളുടെ ഇന്നോവ കാറിൽ വീടിന് പുറത്തേക്കും പോകുന്നു. സുബ്രു പറഞ്ഞത് 100% ശരിയാണ്. നമ്മൾ പുറത്തേക്ക് പോകുന്നത് ശരിക്കും അവൻ ജനാലയിലൂടെ കണ്ടിരുന്നു. അങ്ങനെയെങ്കിൽ മഴ നനഞ്ഞ് വീട്ടിലേക്ക് കയറി വന്നത് യഥാർത്ഥ സുബ്രു തന്നെയായിരുന്നു. അപ്പോൾ ജോജിയേട്ടാ, ഞാൻ പറഞ്ഞതൊക്കെ ശരിയല്ലേ? സുബ്രു ഭയത്തോടെ ചോദിച്ചു. അതേ സുബ്രു, ജോജി ഗൗരവത്തോടെ തലയാട്ടി. ആ മായക്കാഴ്ചയുടെ തുടക്കം അവിടെ നിന്നായിരുന്നു. ഇനി ഒരു കാര്യം കൂടി ക്ലിയറാക്കാനുണ്ട്. നമുക്ക് ആ ബ്രഹ്മരക്ഷസ് വാഴുന്ന ആ പഴയ തറവാട്ടിലേക്ക് ഒന്ന് പോകാം. ഒത്തിരി സമയം കളയാതെ അവർ കാറെടുത്ത് നഗരാതിർത്തിയിലുള്ള ആ പഴയ തറവാട് ലക്ഷ്യമാക്കി പാഞ്ഞു. ഇന്നലെ രാത്രി തങ്ങൾ അനുഭവിച്ച പഴയ നിലവറയും പച്ചക്കല്ലിനെക്കുറിച്ചുള്ള ഭീഷണിയും തറവാട്ട് കുളവുമെല്ലാം നേരിട്ട് കാണാൻ അവർ തയ്യാറെടുക്കുകയായിരുന്നു. എന്നാൽ ആ പഴയ കെട്ടിടത്തിൻ്റെ ഇരുമ്പ് ഗേറ്റിന് മുന്നിൽ കാർ നിർത്തി ഇറങ്ങിയ അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അവരുടെ കണ്ണുകളെ തന്നെ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാട് പിടിച്ചു കിടക്കുന്ന ആ പ്രദേശത്ത് ഇപ്പോൾ ആ മനയില്ല. പകരം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഇഷ്ടികകളും കരിങ്കൽ കഷ്ണങ്ങളും മരത്തരികളും കൂട്ടിയിരിക്കുന്ന വലിയ ശൂന്യമായ ഒരു പ്രദേശം മാത്രം. അവർ വിറയ്ക്കുന്ന കൈകളോടെ ആ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ നടന്നു. അവിടെയെങ്ങും ആ നിലവറയുടെയോ ആ തറവാട്ട് കുളത്തിൻ്റെയോ യാതൊരു ലക്ഷണവുമില്ല. JCB ഉപയോഗിച്ച് ആ പഴയ കെട്ടിടം പൂർണ്ണമായും നിരത്തിയിരിക്കുന്നു. പുറത്തുപോയി അവിടെ ഉണ്ടായിരുന്ന ആ നാട്ടുകാരോട് ആ മനയെപ്പറ്റി അവർ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത്, ആ ബ്രഹ്മരക്ഷസ് ഉണ്ടായിരുന്ന പഴയ മനയാണോ?
അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവിടുത്തെ പ്രേതബാധ ഒഴിഞ്ഞെന്ന് മനസ്സിലായപ്പോൾ അവിടുത്തെ ഉടമസ്ഥൻ അത് കഴിഞ്ഞ ആഴ്ച വേറൊരാൾക്കോ വിറ്റു. ആ സ്ഥലം വാങ്ങിയവൻ 2 ദിവസം മുമ്പ് JCB ഉപയോഗിച്ച് ആ മന പൂർണ്ണമായും ഇടിച്ചു നിരത്തി. ഇനിയിപ്പോൾ അവിടെ പുതിയ ഫ്ലാറ്റ് വരാൻ പോകുകയെന്നാണ് പറയുന്നത് കേട്ടെ. 2 ദിവസം മുമ്പേ ഇടിച്ചു നിരത്തിയ കെട്ടിടം. ജോജിക്കും ദാസപ്പനും ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. 2 ദിവസം മുമ്പേ നിലവിലില്ലാത്ത ആ പഴയ മനയിലാണോ സുപ്രു ഇന്നലെ ബന്ദിയാക്കപ്പെട്ടത്? പൊളിച്ചു മാറ്റപ്പെട്ട ആ മനയിൽ നിന്നാണോ സുപ്രുവിനെ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നത്? അവിടെയാണോ സുപ്രു കണ്ട വലിയ പോരാട്ടങ്ങൾ നടന്നത്? സുപ്രു തലയിൽ കൈവച്ച് ആ വലിയ കോൺക്രീറ്റ് കൂമ്പാരത്തിന് മുന്നിൽ ഇരുന്നു പോയി. ജോജി ഏട്ടാ, നമ്മൾ ഇന്നലെ രാത്രി എവിടെയായിരുന്നു? ഇല്ലാത്തൊരു കെട്ടിടത്തിൽ നമ്മളെങ്ങനെ പോയി? ജോജി ഒന്നും മിണ്ടാനാകാതെ ശൂന്യതയിലേക്ക് നോക്കിയിരുന്നു. ദാസപ്പൻ്റെ കണ്ണുകളിൽ വലിയൊരു ഭയത്തിൻ്റെ തിരമാല അലയടിച്ചു. തങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണോ? തങ്ങളുടെ മാനസിക നിലയ്ക്ക് എന്തോ വലിയ തകരാറ് സംഭവിച്ചിരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലായി. യാഥാർത്ഥ്യവും മിഥ്യവും തമ്മിലുള്ള അതിർവരമ്പുകൾ ഏതാണ്ട് പൂർണ്ണമായും മാഞ്ഞുപോയ അവസ്ഥയിലായിരുന്നു അവർ. ഗോസ്റ്റ് ഹണ്ടേഴ്സ് ആ പൂർണ്ണമായ പരാജയം രുചിക്കുകയായിരുന്നു. ഒന്നുകിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ എന്തോ ഒരു വലിയ ശക്തിയുണ്ട്. പക്ഷേ അത് നമ്മളെങ്ങനെ കണ്ടെത്തും? ആ ചോദ്യത്തിന് മുന്നിൽ ജോജി ദീർഘമായൊരു ശ്വാസമെടുത്ത് ദാസപ്പനെയും സുപ്രുവിനെയും നോക്കി സംസാരിച്ചു തുടങ്ങി. ദാസപ്പ, സുപ്രു, നമ്മളെങ്ങനെയാ ഈ ഗോസ്റ്റ് ഹണ്ടിങ് പരിപാടി തുടങ്ങിയെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പല വഴിയും നോക്കി പൊട്ടി. ഏറ്റവും ഒടുവിൽ ആളുകളെ പറ്റിക്കാനായി പ്രേതങ്ങളെപ്പറ്റിയോ അമാനുഷിക ശക്തിയെപ്പറ്റിയോ യാതൊരു അറിവുമില്ലാത്ത നമ്മൾ ഒരു ഗോസ്റ്റ് ഹണ്ടിങ് യൂട്യൂബ് ചാനൽ തുടങ്ങി. ജോജിയൊന്ന് നിർത്തി. അവൻ്റെ ശബ്ദത്തിൽ വലിയൊരു തിരിച്ചറിവുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കുറച്ച് നാളുകളായി നേരിട്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ വ്യക്തികൾക്ക് യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ്. ഇവിടെ ഇനി 2 സാധ്യതകൾ മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ നമുക്കെല്ലാവർക്കും എന്തോ മാനസികമായ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത വലിയ നിഗൂഢതയെക്കുറിച്ച് നമ്മൾ പഠനം നടത്തണം. എങ്കിൽ മാത്രമേ നമുക്കിതിൽ നിന്നും ഒരു മോചനമുള്ളൂ. ദാസപ്പൻ സങ്കടത്തോടെ തലയാട്ടി. നീ പറഞ്ഞത് ശരിയാണ് ജോജി. യാതൊരു പഠനവും നടത്താതെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കഴുത്തിന് പിടിക്കുമ്പോൾ നമ്മൾ വെറും വട്ടപൂജ്യങ്ങളാണ്. പക്ഷേ നമ്മൾ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പഠിക്കും? ജോജിയുടെ കണ്ണുകളിൽ അപ്പോൾ വലിയൊരു തിളക്കം വന്നിരുന്നു. അവൻ പറഞ്ഞു, ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പാരനോർമൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അടുത്തിടെ ബാംഗ്ലൂരിൽ വരുന്നുണ്ട്. ഈ വിഷയത്തിൽ താല്പര്യമുള്ളവർക്ക് ഒരാഴ്ച താമസിച്ചുള്ള ഒരു വലിയൊരു ക്യാമ്പ് അവിടെ നടക്കുന്നുണ്ട്. യഥാർത്ഥ ഗോസ്റ്റ് ഹണ്ടിങ് എന്താണെന്നും പൈശാചിക ശക്തികളെ ശാസ്ത്രീയമായി എങ്ങനെ നേരിടാമെന്നും അവർ പഠിപ്പിക്കുന്നുണ്ട്. ഞാനതിൽ രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? സുപ്രുവിനും ദാസപ്പനും രണ്ടാമതൊന്ന് ആലോചിക്കാനുണ്ടായിരുന്നില്ല. തങ്ങളെ നേരിടുന്ന അദൃശ്യ ശക്തിയെ നേരിടാൻ ഇതിലും വലിയൊരു അവസരം അവർക്കുണ്ടായിരുന്നില്ല. യാതൊരു മടിയും കൂടാതെ അവർ ആ തീരുമാനം ശരിവെച്ചു. ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി. ക്യാമ്പിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു അവർ മൂവരും. ക്യാമറകളും ലാപ്ടോപ്പും മറ്റ് അവശ്യ സാധനങ്ങളും അവർ ഭദ്രമായി പാക്ക് ചെയ്തു. തങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം വളരെ ഗൗരവമായി നടത്തുന്ന ഒരു യാത്രയായിരുന്നു ഇത്. അവർ തങ്ങളുടെ ഇന്നോവ കാറിൽ എറണാകുളത്ത് നിന്നും ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ചു. യാത്രയിലുടനീളം അവർ അധികമൊന്നും സംസാരിച്ചില്ല. എല്ലാവരുടെയും മനസ്സിൽ ആ പഴയ തറവാടും അവിടുത്തെ നിഗൂഢ ശക്തികളും മാത്രമായിരുന്നു. വൈകുന്നേരത്തോടെ അവർ ബാംഗ്ലൂർ നഗരത്തിൻ്റെ തിരക്കിലേക്ക് പ്രവേശിച്ചു. നഗരത്തിൽ നിന്നും കുറച്ചു മാറി ഒറ്റപ്പെട്ട വലിയൊരു എസ്റ്റേറ്റിന് നടുവിലായിരുന്നു ആ പാരനോർമൽ ഇൻവെസ്റ്റിഗേഷൻ ക്യാമ്പ് തുടങ്ങിയിരുന്നത്. വലിയൊരു ഇരുമ്പ് ഗേറ്റ് കടന്ന് ആ വാഹനം ആ വലിയ എസ്റ്റേറ്റിലേക്ക് കയറി. ചുറ്റും വലിയ മരങ്ങൾ തിങ്ങി നിറഞ്ഞിരുന്ന ആ ക്യാമ്പിന് ചുറ്റും വല്ലാത്തൊരു നിഗൂഢത നിഴലിച്ചിരുന്നു. പല രാജ്യങ്ങളിൽ നിന്ന് വന്ന പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സും പലവിധ ഗോസ്റ്റ് ഹണ്ടിങ് ഉപകരണങ്ങളും അവിടെ ഉണ്ടായിരുന്നു. EMF മീറ്ററുകളും തെർമൽ സ്കാനറുകളും സ്പിരിറ്റ് ബോക്സുകളുമായി നടക്കുന്ന യഥാർത്ഥ ഗോസ്റ്റ് ഹണ്ടേഴ്സ്. ഇതുവരെ തങ്ങൾ വ്യാജമായി മാത്രം ഉപയോഗിച്ചിരുന്ന ആ പേരുകൾക്കും യഥാർത്ഥ ഉപകരണങ്ങൾക്കും പിന്നിലെ ശാസ്ത്രം പഠിക്കാൻ അവർ തയ്യാറെടുക്കുകയാണ്. ക്യാമ്പിലെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി അവർ തങ്ങൾക്ക് അനുവദിച്ച കോട്ടേജിലേക്ക് നടന്നു. അപ്പോഴാണ് ജോജിയുടെ ശ്രദ്ധ കോട്ടേജിൻ്റെ വരാന്തയിലിരുന്ന ഒരാളിലേക്ക് പോയത്. കറുത്ത കോട്ടിട്ട നീളം തൊപ്പി വെച്ച ഒരു സ്വദേശി. അയാളുടെ കഴുത്തിൽ ധരിച്ചിരിക്കുന്ന ഒരു മാലയുടെ അറ്റത്ത് എന്തോ ഒന്ന് തിളങ്ങിയിരുന്നു. ജോജി അത് സൂക്ഷിച്ചു നോക്കി. അവൻ്റെ ഹൃദയമിടിപ്പ് പെട്ടെന്ന് നിലച്ചു. ആ വിദേശിയുടെ കഴുത്തിൽ കിടക്കുന്ന തിളങ്ങുന്ന വസ്തു, അതാ പഴയ മനയുടെ ബ്രഹ്മരക്ഷത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പച്ചക്കല്ലായിരുന്നു. തങ്ങൾ തേടി വന്ന ഉത്തരങ്ങൾ ആ ക്യാമ്പ് സൈറ്റിൽ ഉണ്ടെന്നുള്ള തിരിച്ചറിവോടെ അടുത്തൊരു അധ്യായത്തിലേക്ക് ഗോസ്റ്റ് ഹണ്ടേഴ്സ് കാലെടുത്ത് വെക്കുകയായിരുന്നു.